ഹായ് മക്കളെ, നമ്മളിന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ സെറ്റാക്കാൻ പോവാണ്. ചാടി നിന്നോ. വളരെ പെട്ടെന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ CM അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് ഞങ്ങൾ അതിൽ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് CM അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു 3 ലൈന് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ പോയാൽ ഇവിടെ യൂട്യൂബ് ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും ക്ലാസ് നോട്ട്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു ORG കോഡ് ചോദിക്കും. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ORG കോഡ്. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ് നോട്ട്സ് ലഭിക്കും. വേഗം തുടങ്ങാം മക്കളെ. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ വളരെ ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളാണ്. അത് ഏത് ടൈപ്പാണ് എന്ന് കാണാൻ അറിയണം. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, കോർഡിനേഷൻ നമ്പർ എത്രയാണ്, ഇത് ഹോമോലെപ്റ്റിക് ആണോ ഹെറ്ററോലെപ്റ്റിക് ആണോ, ഇത്രയും കാര്യങ്ങൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ ന്യൂട്രൽ ആണോ. അപ്പോൾ എത്ര ടൈപ്പാടാ? 3 ടൈപ്പ്. കാറ്റയോണിക്കിന് എങ്ങനെ മനസ്സിലാക്കുക എന്നറിയോ നിങ്ങൾക്ക്? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇയാളൊരു കാറ്റയോണിക് കോംപ്ലക്സ് ആണ്. ഇതെങ്ങനെ കാറ്റയോണിക് ആയതെന്ന് എനിക്ക് മനസ്സിലായത്, കോർഡിനേഷൻ സ്ഫിയർ ഇതല്ലടാ, കോർഡിനേഷൻ സ്ഫിയർ ആദ്യം വന്നു, എന്നിട്ട് ഇയാൾ വന്നു. ഇയാളുടെ പേര് നോൺ കോംപ്ലക്സ് പാർട്ട് എന്നാണ്. അപ്പോൾ ആദ്യം കോർഡിനേഷൻ പാർട്ട് വന്നിട്ട് നോൺ കോംപ്ലക്സ് പാർട്ട് വരികയാണെങ്കിൽ അയാൾ കാറ്റയോണിക് ആണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ആദ്യത്തിൽ കോർഡിനേഷൻ സ്ഫിയർ വരിക, എന്നിട്ട് നോൺ കോംപ്ലക്സ് പാർട്ട് വരിക, അപ്പോൾ അയാൾ കാറ്റയോണിക് ആണ്. ഇവിടെ നോക്കിയാൽ ആദ്യം നോൺ കോംപ്ലക്സ് പാർട്ടാണ് വന്നത്, പിന്നെയാണ് കോംപ്ലക്സ് വന്നത്, അപ്പോൾ ഇയാൾ ആനയോണിക് ആണ്. ക്ലിയർ അല്ലേടാ? ഇനി കാറ്റയോണിക്കിനെ തന്നെ വേറൊരു രൂപത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു കോർഡിനേഷൻ സ്ഫിയറും അതിനൊരു പോസിറ്റീവ് ചാർജ് വ്യക്തമായി കാണുകയാണെങ്കിൽ കാറ്റയോണിക് പാർട്ടാണ്, കാറ്റയോൺ ആണ്. കോർഡിനേഷൻ സ്ഫിയറിന് നെഗറ്റീവ് ചാർജ് വ്യക്തമായി കാണുകയാണെങ്കിൽ അയാൾ ആനയോൺ ആണ്. പിന്നെ ഇപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്തത് ഏതാ? ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആണെങ്കിൽ സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാക്കാം. അയാൾക്ക് ചാർജ് ഉണ്ടാവില്ല, അതുപോലെ നോൺ കോംപ്ലക്സ് പാർട്ടും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നിക്കൽ CO4 ടൈംസ്. നോക്കിക്കേ, ഇങ്ങനെ ഒരു കോർഡിനേഷൻ സ്ഫിയർ തന്നു. ഇതിന് ചാർജ് ഒന്നുമില്ല. ചാർജ് ഉണ്ടെങ്കിൽ എഴുതുന്ന സ്ഥലം ഇവിടെയാണ്, അവിടെ ചാർജ് ഇല്ല. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ നോൺ കോംപ്ലക്സ് പാർട്ടും ഇല്ല, അപ്പോൾ അവൻ ന്യൂട്രലാണ്. അപ്പോൾ ഏതാ ടൈപ്പ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാകുക എന്നുള്ളത് മനസ്സിലായില്ലേ? കോർഡിനേഷൻ സ്ഫിയർ ആദ്യം വരികയാണെങ്കിൽ കാറ്റയോണിക്, പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ കാറ്റയോണിക്, കോർഡിനേഷൻ സ്ഫിയർ രണ്ടാമത് വരികയാണെങ്കിലും നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിലും ആനയോണിക്. ചാർജോ നോൺ കോംപ്ലക്സ് പാർട്ടോ ഇല്ലെങ്കിൽ ന്യൂട്രൽ. ഓക്സിഡേഷൻ നമ്പർ കാണണം. എടാ, ഓക്സിഡേഷൻ നമ്പർ കാണാൻ നമ്മളുടെ ഒരു ആപ്തവാക്യമുണ്ട്. ശരിക്കും എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പഠിച്ചോ. ചാർജുകൾ തമ്മിൽ കൂട്ടുക, സൈൻ മാറ്റുക. എങ്ങനെയാണ് പറയാം? ചാർജുകൾ തമ്മിൽ കൂട്ടുക, സൈൻ മാറ്റുക. അതായത് ഈ കൊബാൾട്ടിൻ്റെ ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം. അതിന് ബാക്കിയുള്ള ആളുകളുടെ ചാർജുകൾ തമ്മിൽ കൂട്ടി സൈൻ മാറ്റിയാൽ മതി. വാട്ടറിൻ്റെ ചാർജ് 0 ആണ്, ക്ലോറിൻ്റെ ചാർജ് -1 ആണ്. അങ്ങനെ 3 ക്ലോറിൻ ഉള്ളത് കൊണ്ട് -3 ആണ്. ഇനി അത് തമ്മിൽ അങ്ങോട്ട് കൂട്ടുക, 0 - 3, അപ്പോൾ എത്ര? -3. സൈൻ മാറ്റുക, അപ്പോൾ എത്ര വരും? +3. അപ്പോൾ +3 ആണ് ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ. അങ്ങനെ ഇവിടെ നോക്കിയാൽ Fe ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. Feയുടെ ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പേര് പറയുക. ബാക്കിയുള്ള ആളുകളുടെ ചാർജുകൾ ഫുള്ള് കൂട്ടുക. പൊട്ടാസ്യം ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണ്, ചാർജ് +4 എന്ന് വരും. ഒരാൾക്ക് +1, അങ്ങനെ 4 ആളുണ്ട്, അപ്പോൾ ടോട്ടൽ +4 എന്ന് വരും. സയനൈഡിൻ്റെ ചാർജ് നിങ്ങൾക്കറിയാം -1 ആണ്, 3 വന്നാൽ -3. ക്ലോറിൻ്റെ ചാർജ് -1, 3 വന്നാൽ -3. മൊത്തത്തിലൊന്ന് കൂട്ടി വയ്ക്കുക. +4 -3 തമ്മിൽ മൊത്തം കൂട്ടി വയ്ക്കിയാൽ -2 എന്നല്ലേ വരിക. അതിൻ്റെ സൈൻ മാറ്റുക, +2. അപ്പോൾ ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ കിട്ടി, +2 ആണ്. കോർഡിനേഷൻ നമ്പർ എന്താണ്? കോർഡിനേഷൻ നമ്പർ ഡെഫിനിഷൻ അറിയണേ. എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നതിൻ്റെ ഡെഫിനിഷൻ അറിയണേ. ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട് മെയ്ഡ് ബൈ ലിഗാൻഡ് ഇൻറ്റു സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ലിഗാൻഡുകൾ ഉണ്ടാക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിൻ്റെ പേരാണ് ഏത്? കോർഡിനേഷൻ നമ്പർ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ലിഗാൻഡ് H2O ആണ്. അയാൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡാണ്, അതായത് ഒരു H2Oക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കാം. അങ്ങനത്തെ 6 ഉണ്ട്, അപ്പോൾ ടോട്ടൽ 6 ബോണ്ട്. 6 ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. ഇവിടെ സയനൈഡും മോണോഡെൻഡേറ്റ് ആണ്, ക്ലോറിനും മോണോഡെൻഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ബോണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ടോട്ടൽ ഇയാൾ 3 ബോണ്ട് ഉണ്ടാക്കും, ഇയാൾ 3 ബോണ്ട് ഉണ്ടാക്കും. ഇവിടെയും കോർഡിനേഷൻ നമ്പർ 6 എന്നാണ് വരിക. ഇവിടെ നിർബന്ധമായും ബൈഡെൻഡേറ്റ് ലിഗാൻഡുകളെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ 2 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നവൻ. ഫോർ എക്സാമ്പിൾ എത്തിലീൻ ഡയമീൻ OX2- ഓക്സലേറ്റോ എന്ന പേര്, DMG- ഡി എന്നാണേ എഴുതിയപ്പോൾ മാറിപ്പോയി, DMG-. ഓക്കെ, ഗ്ലൈസിനേറ്റോ. ഇത്രയും പേര് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്ക്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2 ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ തന്നെ പോളിഡെൻഡേറ്റ് ലിഗാൻഡിനെയും ഒന്ന് ഓർത്ത് വെച്ചേക്ക്. പോളിഡെൻഡേറ്റ് ലിഗാൻഡായിട്ട് ഒരാളെ മാത്രം പഠിച്ചാൽ മതി, EDTA4- എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ
ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. രണ്ടിലധികം ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് EDTA. ഇയാൾക്ക് ഡെൻസിറ്റി എത്ര എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഓർത്ത് വെച്ചോ 6. അതുകൊണ്ട് അയാളെ ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പേര് വിളിക്കും. അപ്പോൾ കോർഡിനേഷൻ നമ്പറിൻ്റെ പരിപാടി തീർന്നു. ഹോമോലെപ്റ്റിക് ഓർ ഹെറ്ററോലെപ്റ്റിക് സിമ്പിൾ. എത്ര ടൈപ്പ് ലിഗാൻഡ് ഉണ്ട് നോക്കിയാൽ മതി. ഒരേ ടൈപ്പ് ലിഗാൻഡ് അല്ലേ അവിടെ ഉള്ളൂ. H2O ആണ് ലിഗാൻഡ്, 6 ഉണ്ട്, 6ഉം ഒരേ ടൈപ്പാണ്. അപ്പോൾ ഇവൻ ഹോമോലെപ്റ്റിക് ആണ്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയാൽ ലിഗാൻഡായിട്ട് 3 സൈനൈഡും 3 ക്ലോറിനും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ലിഗാൻഡ് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹെറ്ററോലെപ്റ്റിക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് ആമുഖമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. IUPAC നെയിമിൽ നിന്ന് ഉറപ്പായും ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് നിങ്ങൾ ഈ ഫോർമാറ്റ് അറിയണം. എടാ, കോമ്പൗണ്ട് കാറ്റയോണിക്കോ ന്യൂട്രലോ ആണെങ്കിൽ ഒരു ഫോർമാറ്റാണ്. സിമ്പിളാണ്. നെയിം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അറിയാത്തവർ പഠിക്കണേ. നെയിം ഓഫ് ലിഗാൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. N = എന്ന് പറഞ്ഞാൽ നെയിം = എന്നാണ് കവി ഉദ്ദേശിച്ചത്. നെയിം ഓഫ് ലിഗാൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലിഗാൻഡിൻ്റെ പേര് ആദ്യം എഴുതുക, സെൻട്രൽ മെറ്റലാറ്റ് എഴുതുക, ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറൽ, ഫൈനലി നോൺ കോംപ്ലക്സ് പാർട്ട്. ഇതായിരിക്കാണ് ആപ്ലിക്കബിൾ? കാറ്റയോണിക് ഓർ ന്യൂട്രൽ. അപ്പോൾ ഇയാളാരാ? കാറ്റയോണിക്ക. ഇയാളാരാ? കാറ്റയോണിക്ക. കാരണം പോസിറ്റീവ് ചാർജ് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പേരിട്ട് നോക്കാം. ലിഗാൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഇതാണ് ലിഗാൻഡ്. ആദ്യം തന്നെ നമ്മൾ ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടെത്തി വെക്കാം. കാര്യം വഴിയിൽ വെച്ച് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞിടാ, H2O ചാർജ് 0, NH3 ചാർജ് 0, ക്ലോറിൻ -3, തമ്മിൽ കൂട്ടി സൈൻ മാറ്റിയാൽ കൊബാൾട്ട് +3. ക്ലിയർ അല്ലേ? ഇനി പേരിടാണ്. H2O പേര് അക്വ, NH3 പേര് അമീൻ. ആരാണടാ ആദ്യം വരിക? ആൽഫബറ്റിക്കലി ആരാണ് ആദ്യം വരിക? അമീൻ അല്ലേടാ ആദ്യം വരിക. സോ നെയിം ഇങ്ങനെ എഴുതും, ട്രൈ അമീൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്രൈ അക്വ. ഓക്കെ, അപ്പോൾ ലിഗാൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സെൻട്രൽ മെറ്റലാറ്റം കൊബാൾട്ട്. അയാളുടെ ഓക്സിഡേഷൻ നമ്പർ 3, റോമൻ നമ്പറിൽ 3 എന്ന് എഴുതി. +3 ആണെന്നുള്ളതിൽ 3 എന്ന് എഴുതിയാൽ മതി. ഫൈനലി നോൺ കോംപ്ലക്സ് പാർട്ട്. ആരാ നോൺ കോംപ്ലക്സ് പാർട്ട്? ക്ലോറിനാ. അപ്പോൾ ക്ലോറൈഡ് എന്നാണ് പറയുക. എന്താ പറയുക? ക്ലോറൈഡ് എന്നാണ് പറയുക. ക്ലോറൈഡ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നോൺ കോംപ്ലക്സ് പാർട്ടിൻ്റെ എണ്ണം പറയാൻ പാടില്ല. നോൺ കോംപ്ലക്സ് പാർട്ട് 3 ആയാലും 10 ആയാലും 1000 ആയാലും ക്ലോറൈഡ് എന്നേ പറയാൻ പാടുള്ളൂ. എന്നാൽ ഇവൻ്റെ പേര് പറഞ്ഞു നോക്കാം. ഇതും കാറ്റയോണിക്കാണ്. പോസിറ്റീവ് ചാർജ് വ്യക്തമായി കാണാം. H2O 4 ഉണ്ട്. അപ്പോൾ ടെട്രാക്വ. ശരിയല്ലടാ? ടെട്രാക്വ. 2 ക്ലോറിൻ ഉണ്ട്, ഡൈക്ലോറോ അല്ലെങ്കിൽ ഡൈക്ലോറൈഡോ, 2 പേരും പറയാം. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാർ നിങ്ങളല്ലേ നേരത്തെ ഇവിടെ ക്ലോറൈഡ് എന്ന് പറഞ്ഞ്? എടാ, അത് നോൺ കോംപ്ലക്സ് പാർട്ട് ആയപ്പോഴാണ്. ഇവിടെ ക്ലോറിൻ നോൺ കോംപ്ലക്സ് അല്ല, പിന്നെ ലിഗാൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പറയുന്ന പേര് ക്ലോറൈഡോ എന്നാണ്. പുറത്താണെങ്കിലാണ് ക്ലോറൈഡ് എന്ന് പറയാം. സെൻട്രൽ മെറ്റലാറ്റം. ആരാ സെൻട്രൽ മെറ്റലാറ്റം? Fe. അതുകൊണ്ട് അയേൺ എന്ന് ചേർക്കണം. ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറൽ. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കാണാം? ഇതാ നോക്കിക്കോട്ടെടാ. ഇത് ഇവിടെ ചാർജ് ഒക്കെ ഇല്ലേ? ചാർജ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊരു മെത്തേഡിൽ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടെത്താക്കാം. എടാ, Feയുടെ ചാർജ് നിങ്ങൾ X എന്ന് എടുക്കുക. നമ്മളെ മെത്തേഡ് പറ്റും, പിന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ X എന്ന് എടുക്കുക. ഇയാളുടെ ചാർജ് 0, ഇയാളുടെ ചാർജ് -2. ടോട്ടൽ ഫുള്ള് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ചാർജ് കിട്ടണം. അങ്ങനെയല്ലേ നിങ്ങളൊക്കെ പഠിച്ചത്? അപ്പോൾ X + 0 പിന്നെ X + 0 + -2 ഹോൾ ഈസ് ഈക്വൽ ടു +1. എല്ലാം കൂടി കൂട്ടിയാൽ +1 കിട്ടും. ഇവിടുത്തെ ചാർജ് കിട്ടും. സോ X = +3 എന്ന് കിട്ടും. -2 അപ്പുറത്തേക്ക് പോയി. സോ അയണിൻ്റെ ചാർജ് ഇവിടെ 3 എന്നാണ്. ഓക്കെ അല്ലേടാ? ഓക്സിഡേഷൻ നമ്പർ 3. ഇങ്ങനെ എഴുതിയാൽ ശരിയാണ്. എന്നാലും അവസാനത്തിലൊരു അയോൺ എന്ന് ചേർത്താൽ കുറേ ശരിയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഈ കോംപ്ലക്സിന് വ്യക്തമായ ഒരു ചാർജ് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനത്തെ സ്ഥലങ്ങളിൽ ലാസ്റ്റിൽ ഫൈനലി ഒരു അയോൺ എന്ന് വെറുതെ വെച്ച് കീച്ചിയാൽ അടിപൊളിയായിരിക്കും. അല്ലാതെ എഴുതിയാൽ തെറ്റാണെന്നല്ല, കൂടുതൽ ശരി അയോൺ എന്ന് ചേർക്കുമ്പോഴാണ്. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, സാറേ ഇവിടെ അയൺ എന്നാണോ പറയേണ്ടത്? അവിടെ ഫെറേറ്റ് അല്ല, അത് ആനയോണിക് ആകുമ്പോഴേ അങ്ങനത്തെ ചേഞ്ച് ഉള്ളൂ. നമ്മളിപ്പോൾ ആനയോണിക്കിലേക്ക് എത്തിയിട്ടില്ല. ആനയോണിലേക്ക് എത്തുമ്പോൾ നമ്മളത് പറഞ്ഞുതരാം. നെക്സ്റ്റ് ആനയോണിക്കാണ്. ആനയോണിക് ആകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ നെയിമിൻ്റെ സ്ട്രക്ചറിലുണ്ട്. അറിയാത്തവർ നോട്ട് ചെയ്ത് നോക്കണേ. നെയിം ഈസ് ഈക്വൽ ടു ആദ്യം തന്നെ നോൺ കോംപ്ലക്സ് പാർട്ടാണ് പറയേണ്ടത്. ആദ്യം നോൺ കോംപ്ലക്സ് പാർട്ട് പറയാം. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ലിഗാൻഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ, സെൻട്രൽ മെറ്റലാറ്റം, ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറൽ. അതിലിപ്പോൾ എക്സ്ട്രാ വരുന്ന ഒരു സാധനം ഇതാണ്. ഈ കോർഡിനേഷൻ നമ്പർ, സെൻട്രൽ മെറ്റലാറ്റത്തിൻ്റെ കൂടെ ഒരു 8 ചേർത്ത് പറയണം. കൊബാൾട്ടേറ്റ് പഠിച്ചോ? മാംഗനീസ് മാംഗനേറ്റ്, കോപ്പർ കുപ്രേറ്റ്. ഞാൻ പഠിപ്പിച്ചുതരാം, നോക്കിയിരുന്നോ? എടാ മോനെ ഇങ്ങോട്ട് നോക്കിക്കേടാ, ഒരു 8 ചേർത്തിട്ട് പറയണേ. ആദ്യം നമ്മൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി വെക്കാം. 4 പൊട്ടാസ്യം +4, അയണിൻ്റെത് കാണണം. 6 സൈനൈഡ് -6, തമ്മിൽ കൂട്ടിയാൽ -2, സൈൻ മാറ്റിയാൽ +2. അവിടെ നോട്ടെ. ആദ്യം നോൺ കോംപ്ലക്സ് പാർട്ട് പറയണം. ആരാ നോൺ കോംപ്ലക്സ് പാർട്ട്? പൊട്ടാസ്യം. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ മതി, എണ്ണം പറയണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നോൺ കോംപ്ലക്സ് പാർട്ടിൻ്റെ എണ്ണം പറയണ്ട. ലിഗാൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആരാ? സയാനോ. 6 എണ്ണം ഉണ്ട്. ഹെക്സാ സയാനോ. ഇനിയാണ് കളി. എടാ, Fe വന്നാൽ അയണാണ്. അതിൻ്റെ കൂടെ 8 ചേർക്കുമ്പോൾ അയണേറ്റ് എന്നല്ല പറയേണ്ടത്, പകരം ഫെറേറ്റ് എന്നാണ് പറയേണ്ടത്. ആ ചേഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അയൺ ആകുമ്പോൾ ഫെറേറ്റ് എന്നാണ് പറയേണ്ടത്. കഴിഞ്ഞു. ഇനി ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറൽ 3 ആണെന്ന് 2 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 2.
പരിപാടി കഴിഞ്ഞു. അടുത്ത ആളുടേത് ഞാനൊന്ന് ചെയ്തുതരാം. സോഡിയത്തിൻ്റെ ചാർജ് +3 ആണ്. കൊബാൾട്ടാണ് നമുക്ക് കാണേണ്ടത്. എത്തിലീൻ ഡയമീൻ, ഇവിടെ എത്തിലീൻ ഡയമീന് പകരം നമുക്ക് ഓക്സ് ആക്കാം കേട്ടോ. എത്തിലീൻ ഡയമീൻ ആകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ എത്തിലീൻ ഡയമീനിന് പകരം ഞാൻ അവിടെ ഓക്സ് ത്രൈസ് എന്നാക്കുന്നു. ഓക്സ് ആകുമ്പോൾ നോക്കിക്കോട്ടോ, ഓക്സ് 2- എന്നല്ലടാ ഞാൻ നേരത്തെ പഠിപ്പിച്ചേ. ഞാൻ ബൈഡൻറ്റേറ്റ് ലിഗാൻഡുകളിൽ ഓക്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2- എന്നാണ് പഠിപ്പിച്ചേ. അങ്ങനത്തെ 3 വരുമ്പോൾ -6 വരും. ടോട്ടൽ കൂട്ടിയാൽ -3 വരും. സൈൻ മാറ്റിയാൽ +3 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിക്കോ, പേരിടാൻ പോവാണ്. ആദ്യം നോൺ കോംപ്ലക്സ് പാർട്ട്. ആരവിടെ നോൺ കോംപ്ലക്സ് പാർട്ട്? സോഡിയം. ഓക്കെ, 3 ഓക്സ് ഉണ്ട്. അപ്പോൾ ട്രൈ ഓക്സലേറ്റോ. ഓക്കെ അല്ലേ? സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ടിൻ്റെ കൂടെ 8 ചേർക്കണം. കൊബാൾട്ടേറ്റ് ആൻഡ് ഫൈനലി ഓക്സിഡേഷൻ നമ്പർ 3. ഇവിടെ ഇത് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, എത്തിലീൻ ഡയമീൻ 2 വന്നാൽ നമ്മൾ ബിസ് എന്നാണ് പേര് പറയേണ്ടത്. സാധാരണ ഒരാൾക്ക് വരുമ്പോൾ ഡൈ എന്നല്ലേ നമ്മൾ പേര് പറയുക. പക്ഷേ എത്തിലീൻ ഡയമീൻ ആണെങ്കിൽ ബിസ് എന്ന് പറയണം. 3 വന്നാൽ ട്രിസ് എന്ന് പറയണം. അതിനേക്കാളും വരില്ല. ഓക്കെ, അതുകൂടി എക്സ്ട്രാ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അപ്പോൾ 2 എത്തിലീൻ ഡയമീൻ ആണെങ്കിൽ ഡൈ എത്തിലീൻ ഡയമീൻ എന്നല്ല പറയുക, ബിസ് എത്തിലീൻ ഡയമീൻ എന്നാണ് പറയുക. അതും ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. എടാ മോനെ, ഐസോമറിസം മസ്റ്റ് ട്രൈ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐസോമറിസത്തിൽ നിന്ന് ഉറപ്പായും ക്വസ്റ്റ്യൻ ചോദിക്കും. സ്ട്രക്ചറൽ ഐസോമറിസം ഏതൊക്കെയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പേര് പഠിച്ചോ: ലിങ്കേജ്, അയണൈസേഷൻ, ഹൈഡ്രേറ്റ് ഓർ സോൾവേറ്റ് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം. നിർബന്ധമായിട്ട് പഠിക്കണേ. എടാ സ്റ്റീരിയോ ഐസോമറിസം 2 വിധം: ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇതിൽ 6 എണ്ണത്തിനെയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പോവാണ്. ആദ്യം സ്ട്രക്ചറൽ ഐസോമറിസം 4 എണ്ണം. എടാ മോനെ, ഈ ലിങ്കേജ്, അയണൈസേഷൻ, ഹൈഡ്രേറ്റ് ഓർ കോർഡിനേഷൻ ഐസോമറിസം, ഇതാണ് 4 സ്ട്രക്ചറൽ ഐസോമറിസം. ഇത് 4 പഠിക്കാൻ ഒരു നേക്കുണ്ട്, ഒരേ രൂപത്തിൽ പഠിക്കാൻ പറ്റും. എടാ ഏതാണ് ഒരു ഐസോമർ എന്ന് ചോദിച്ചാൽ, 2 ഐസോമർ ആണെങ്കിൽ അവർക്ക് സെയിം കെമിക്കൽ ഫോർമുല ആയിരിക്കും. ഇതെല്ലായിടത്തും നിങ്ങൾ കീപ്പ് ചെയ്യണേ. ബട്ട് ഡാഷ് ഈസ് ഡിഫറെൻറ്റ്. എന്തോ ഒരു കാര്യം ഡിഫറെൻ്റ് ആയിരിക്കും. ആ എന്ത് കാര്യമാണ് ഡിഫറെൻ്റ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഈ റെഡിമെയ്ഡ് ഇക്വേഷനിൽ ഈ ഡയലോഗിൽ നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ എക്സ്പ്ലെയിൻ ലിങ്കേജ് ഐസോമറിസം എന്ന് ചോദിച്ചാലും എക്സ്പ്ലെയിൻ അയണൈസേഷൻ ഐസോമറിസം എന്ന് ചോദിച്ചാലും ഈ റെഡിമെയ്ഡ് ഫോർമുല എഴുതി വെക്കുക. എന്നിട്ട് അവിടെ ഡാഷ് എന്താണെന്നുള്ളത് ഞാൻ ഓരോന്നിൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ നോക്കിക്കോട്ടെ, ലിങ്കേജ് ഐസോമർ ആണെങ്കിൽ ഈ 2 പേര് ലിങ്കേജ് ഐസോമറാണ്. ഈ ലിങ്കേജ് ഐസോമർ ആവാനുള്ള കണ്ടീഷൻ എന്താ അറിയോ? ലിങ്കേജ് ഐസോമർ ആവാനുള്ള കണ്ടീഷൻ അതിൽ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആരൊക്കെയാണ്? അതങ്ങനെ 1 വേർഡ് ചോദിക്കാറുണ്ട്. ആംബിഡെൻറ്റേറ്റ് ആരൊക്കെയാണ്? ഇതാ നോക്കിക്കോ, CN- ആൻഡ് NC- ആംബിഡെൻറ്റേറ്റ് ആണ്. NO2- ആൻഡ് ONO- ആംബിഡെൻറ്റേറ്റ് ആണ്. SCN- ആൻഡ് NCS- ആംബിഡെൻറ്റേറ്റ് ആണ്. അപ്പോൾ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ 2 ഒരേ നമ്പർ ഓഫ് എലമെൻറ്റുകളായിരിക്കും. കാർബൺ, നൈട്രജൻ, അവിടെയും കാർബൺ, നൈട്രജൻ. പക്ഷേ ഡോണർ ആറ്റം ഡിഫറൻ്റ് ആണ്. അതായത് ബോണ്ട് ഉണ്ടാക്കുന്ന ആൾ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ സൈനൈഡ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഉണ്ടാക്കുന്ന ആൾ കാർബൺ ആണ്. ആദ്യം നമ്മൾ പറയുന്ന ആളാണ് ബോണ്ട് ഉണ്ടാക്കുക. NCയിൽ N ആണ്. അപ്പോൾ എന്താ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? 2 ഒരേപോലെയാണ്, പക്ഷേ ഡോണർ ആറ്റം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആരാ ആംബിഡെൻറ്റേറ്റ് എന്ന് വെച്ചാൽ പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ, 2 ഡോണർ ആറ്റം ഉണ്ട്. 2 ഡോണർ ആറ്റം ഉണ്ട്, പക്ഷേ അറ്റ് എ ടൈം ഒരാൾ മാത്രമേ ബോണ്ട് ഉണ്ടാക്കൂ എന്നാളുടെ പേരാണ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. 2 ഡോണർ ആറ്റം ഉണ്ട്, കാർബണും നൈട്രജനും ഡോണർ ആറ്റമാണ്. പക്ഷേ അറ്റ് എ ടൈം കാർബൺ മാത്രമേ ബോണ്ട് ഉണ്ടാക്കൂ, അല്ലെങ്കിൽ നൈട്രജൻ മാത്രമേ ബോണ്ട് ഉണ്ടാക്കൂ. അപ്പോൾ ഇവിടെ ആരാ ഡോണർ ആറ്റം? നൈട്രജൻ. ഇവിടെ ആരാ ഓക്സിജൻ? ഇവിടെ ആരാ സൾഫർ? ഇവിടെ ആരാ നൈട്രജൻ? ആദ്യം പറയുന്ന ആൾ ഡോണർ ആറ്റം. അപ്പോൾ ശ്രദ്ധിച്ചോ, സെയിം കെമിക്കൽ ഫോർമുലയാണ്. ബട്ട് ഡോണർ ആറ്റം ഓഫ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഈസ് ഡിഫറെൻറ്റ്. ഡോണർ ആറ്റം ഓഫ് ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ NO2 എന്നാണ് വന്നേ, ഇവിടെ ONO എന്നാണ് വന്നേ. ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? നൈട്രജൻ. ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? ഓക്സിജൻ. ആ ഒരു വ്യത്യാസം ഈ 2 കോമ്പൗണ്ടുകൾക്കിടയിലുള്ളൂ. ബാക്കിയെല്ലാം സെയിമാ. അപ്പോൾ അവർ തമ്മിൽ എന്താ ഐസോമറ പറയടാ? ലിങ്കേജ് ഐസോമറാണ്. അയോണൈസേഷൻ ഐസോമറിസം വളരെ സിമ്പിളാണ്. ഈ ഡയലോഗ് ഇങ്ങനെ പറയാം: സെയിം കെമിക്കൽ ഫോർമുല ബട്ട് അയോൺസ് ഓൺ അയോണൈസേഷൻ നടത്തിയാൽ കിട്ടുന്ന അയോണുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു വരി മാത്രമാണ് ഞാൻ ഇനി അവിടെ ഫില്ല് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ എല്ലായിടത്തും നിങ്ങൾ ആ പറഞ്ഞ പോലെ ഡയലോഗ് എഴുതണം. സെയിം കെമിക്കൽ ഫോർമുല ബട്ട് അയോൺസ് ഓൺ അയണൈസേഷൻ ആർ ഡിഫറൻറ്റ്. അയണൈസേഷൻ നടത്തി കഴിഞ്ഞാലുള്ള അയോൺസ് ഡിഫറൻ്റ് ആണ്. അതെന്താണ് കൂടുതൽ ആലോചിക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ശ്രദ്ധിച്ചോ. ഇതല്ലടാ കോർഡിനേഷൻ സ്ഫിയർ. ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലും പുറത്തുള്ള അയോണുകളെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ ആരാ? ഉള്ളിൽ ക്ലോറിൻ, പുറത്താരാ? ബ്രോമിൻ. അതിങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഉള്ളിൽ ബ്രോമിനും പുറത്ത് ക്ലോറിനും ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അയണൈസേഷൻ ഐസോമർ കിട്ടും. അപ്പോൾ അയണൈസേഷൻ ഐസോമർ കാണിക്കാനുള്ള കണ്ടീഷൻ എന്താ? ഉള്ളിലും പുറത്തും അയോൺ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഭയങ്കര സിമ്പിളാണ്, ഹൈഡ്രേറ്റ് ഐസോമറിസം. അതിനെ സോൾവേറ്റ് ഐസോമറിസം എന്ന് പേര് വിളിക്കും. എന്താ ഡിഫറൻറ്റ്? നമ്പർ ഓഫ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ.
നമ്പർ ഓഫ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഡിഫറൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഡയലോഗ് പറയാം, സെയിം കെമിക്കൽ ഫോർമുല ബട്ട് നമ്പർ ഓഫ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഈസ് ഡിഫറൻറ്റ്. ഇവിടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാനുള്ള വാക്കാണ് ഞാൻ ഇവിടെ എഴുതി വെക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മോനെ ഇവിടെ നോക്കിയേ, ഒരു മാംഗനീസ് 6 വാട്ടർ 3 ക്ലോറിൻ. ഇവിടെ നോക്കിയേ, ഒരു മാംഗനീസ് ഇവിടെ 5ഉം 1ഉം ടോട്ടൽ 6 വാട്ടർ 3 ക്ലോറിൻ. കറക്റ്റ് അല്ലേ? ഇവിടെ ഉള്ള അതേ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെയല്ല അവിടെയുള്ളത്. പക്ഷേ ഈ ഡോട്ട് ഇട്ട് പുറത്ത് എഴുതുന്ന ഈ വാട്ടറിൻ്റെ പേരാണ് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ. അവിടെ എത്ര വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഉണ്ട്? 1. ഇവിടെ എത്ര വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഉണ്ട്? ഇല്ല. അപ്പോൾ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഹൈഡ്രേറ്റ് ഓർ സോൾവേറ്റ് ഐസോമറിസം എന്ന് പേര് വിളിക്കുക. ക്ലിയർ അല്ലേടാ? ആൻഡ് ദി ലാസ്റ്റ് വൺ, കോർഡിനേഷൻ ഐസോമറിസം. സിമ്പിളാണ്. കോർഡിനേഷൻ ഐസോമറിസത്തിൽ എന്താണ് ഡിഫറൻറ്റ്? കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയർ ഡിഫറൻ്റ് ആണ്. സിമ്പിളാണ്. എടാ, കോർഡിനേഷൻ ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ എന്താ അറിയോ? 2 കോംപ്ലക്സ് വേണം. എന്താ നോക്കിക്കോ, ഒരു കോംപ്ലക്സ് ഇതാ ഇവിടെ, അടുത്ത കോംപ്ലക്സ് ഇതാ ഇവിടെ. ഇങ്ങനെ 2 കോംപ്ലക്സ് ഉണ്ടെങ്കിലേ കോർഡിനേഷൻ ഐസോമറിസം കാണിക്കാൻ പറ്റുള്ളൂ. താഴെ പറയുന്നതിലായിരിക്കാം കോർഡിനേഷൻ കോംപ്ലക്സ് കോർഡിനേഷൻ ഐസോമറിസം കാണിക്കാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അതാ ഇങ്ങനെ 2 കോംപ്ലക്സ് ഉള്ള ആൾക്കാർക്കാണ് പറ്റുക എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സെൻട്രൽ മെറ്റൽ ആറ്റങ്ങൾ തമ്മിൽ ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ ആരാ? കൊബാൾട്ട്. അവിടെ ആരാ? ക്രോമിയം. അതുകൊണ്ട് തിരിച്ചിടുക. എന്നിട്ട് ഇവിടെ ക്രോമിയം, അവിടെ കൊബാൾട്ടാണ് കൊടുത്ത പരിപാടി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഈ 4ഉം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിന് സ്ഥിരമായി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ആളാണ്. സ്റ്റീരിയോ ഐസോമറിസത്തിൽ ജോമെട്രിക്കലും ഒപ്റ്റിക്കലും ഉണ്ട്. ജോമെട്രിക്കൽ നിങ്ങൾക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യനാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന് MA4B2 ടൈപ്പ്. എടാ മോനെ നല്ലോണം ശ്രദ്ധിച്ചോ. M എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റം, A4 എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ലിഗാൻഡ് 4 എണ്ണം, B2 മറ്റൊരു ടൈപ്പ് ലിഗാൻഡ് 2 എണ്ണം. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കണ്ടോ, മാംഗനീസ് H2O 4 ടൈംസ് Cl2. കണ്ടോ, ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം 4 ലിഗാൻഡ് 2 ലിഗാൻഡ്. അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് കാണിക്കാൻ പറ്റും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? നോക്കിക്കോട്ടെ, ഇവിടെ 2 എണ്ണം ഉള്ള ആളെ നോക്കിയാൽ മതി, ക്ലോറിൻ. ആ ക്ലോറിൻ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ സിസ് ഐസോമർ എന്ന് പേര് വിളിക്കും. കണ്ടോ, ക്ലോറിൻ 2 എണ്ണം ഉള്ള ആളെ മാത്രം നോക്കിയാൽ മതി. അടുത്തടുത്ത് വരികയാണെങ്കിൽ സിസ് ഐസോമർ. അപ്പോൾ ബാക്കിയൊക്കെ H2 ആയിരിക്കും. ഇതാ 4 H2O അല്ലേ കൊടുക്കാനുള്ളത്, അയാളാണ് സിസ് ഐസോമർ. ആ 2 ക്ലോറിൻ നേരെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ് ഐസോമർ എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ ഇവിടെ H2O, ഇവിടെ H2O, ഇവിടെ H2O, ഇവിടെ H2O, 4 H2O സെപ്പറേറ്റ് കൊടുക്കുക. ഓക്കെ അല്ലേടാ? ഇനി അടുത്തൊരു ടൈപ്പാണ് MA3B3 ടൈപ്പ്. ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. ഇതിൻ്റെ പേരാണ് സിസ് ട്രാൻസ് ഐസോമറിസം. ഇതിൻ്റെ പേരാണ് ഫാക്ക് ആൻഡ് മെർ ഐസോമറിസം. ഫാക്ക് ആൻഡ് മെർ ഐസോമറിസം. എടാ, A3B3 എന്ന ഒരു ലിഗാൻഡ് 3 എണ്ണം, മറ്റേ ലിഗാൻഡ് 3 എണ്ണം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫാക്ക് മെർ മനസ്സിലാക്കാന്ന് അറിയോ? ഒരേ ടൈപ്പ് ഇതാ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൊബാൾട്ട് H2O 3 എണ്ണം, ക്ലോറിൻ 3 എണ്ണം. ഒരു ലിഗാൻഡ് ഒരുമിച്ച് അങ്ങോട്ട് വരിക, ക്ലോറിൻ ക്ലോറിൻ ക്ലോറിൻ, ഇങ്ങനെ അടുത്തടുത്താണ് വരിക. H2O 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 ഇങ്ങനെ അടുത്തടുത്ത് വരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഫാക്ക് ഐസോമർ. അപ്പോൾ ഇതിൻ്റെ ഫാക്ക് ഐസോമർ വരക്കാൻ പറഞ്ഞാൽ 3 ക്ലോറിൻ ഒരുമിച്ച് 3 H2O ഒരുമിച്ചുകൊണ്ട് എഴുതുക. ഇനി അതിൻ്റെ മെർ വരക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാറിയോ? നോക്കട്ടെടാ, 3 ക്ലോറിനിൽ 2 ക്ലോറിൻ അടുത്ത് എഴുതുക. ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ ക്ലോറിൻ ഒന്ന് വിട്ടിട്ട് എഴുതുക. ഓക്കെ, ഇനി H2O അപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യുക? 2 H2O ഇവിടെ അടുത്തുണ്ടാകും, മൂന്നാമത്തെ H2O ഇങ്ങനെ വിട്ടിട്ട് എഴുതുക. അങ്ങനത്തവൻ്റെ പേരാണ് മെർ ഐസോമർ. ഫാക്കിൻ്റെ ഫുൾ നെയിം ഫേഷ്യൽ, മെറിൻ്റെ ഫുൾ നെയിം മെറിഡിയൽ ഓർ മെറിഡിയണൽ. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ MA4B2 ടൈപ്പോ MA3B3 ടൈപ്പോ നിന്നോട് ചോദിക്കാം. അടുത്തതാണ് MA2B2 ടൈപ്പ്. 2 ലിഗാൻഡ്, അത് ഓരോന്ന് 2 എണ്ണം വീതം. അപ്പോൾ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാടാ? 4 അല്ലേ വരുള്ളൂ. കാര്യം ഇയാൾ 2 ബോണ്ട്, ഇയാൾ 2 ബോണ്ട്. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ അയാളുടെ സ്ട്രക്ചർ ഒന്നിരിക്കൽ ടെട്രാഹീഡ്രൽ ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ സ്ട്രക്ചർ സ്ക്വയർ പ്ലനാർ ആയിരിക്കും. നോട്ട് ചെയ്യണേ, ടെട്രാഹീഡ്രലോ സ്ക്വയർ പ്ലനാറോ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. ഈ സ്ക്വയർ പ്ലനാർ കോമ്പൗണ്ടുകൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ അല്ല. ഒരാളുടെ സ്ട്രക്ചർ സ്ക്വയർ പ്ലനാർ ആണെങ്കിൽ അയാൾക്ക് A2B2 എന്നുള്ള ഫോർമാറ്റ് ആണെങ്കിൽ പോലും അയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ അയാളുടെ സ്ട്രക്ചർ എന്തായിരിക്കണം? സ്ക്വയർ പ്ലനാർ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു മാറിപ്പോയോ? ടെട്രാഹീഡ്രൽ ആണെങ്കിൽ പറ്റില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞത്. ടെട്രാഹീഡ്രൽ ആണെങ്കിലാണ് പറ്റാത്തത്, സ്ക്വയർ പ്ലനാർ ആണെങ്കിലേ പറ്റൂ. ഒരാളുടെ സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ ആണെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല, സ്ക്വയർ പ്ലനാർ ആവൽ നിർബന്ധമാണ്. അപ്പോൾ അതെങ്ങനെ സ്ക്വയർ പ്ലനാർ ആണോ ടെട്രാഹീഡ്രൽ ആണോ എന്ന് അറിയാം, അത് ഞാൻ വേറെ പറഞ്ഞുതരും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇതാ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, അമോണിയ 2 എണ്ണം, ക്ലോറിൻ 2 എണ്ണം. അപ്പോൾ ടോട്ടൽ A2B2 എന്നുള്ള ഫോർമാറ്റിലായല്ലോ. എടാ മോനെ, ഇതാ അമോണിയ, ഇതാ അടുത്ത് അമോണിയ അമോണിയ, ക്ലോറിൻ ക്ലോറിൻ, പഠിച്ചില്ലേ? അടുത്തടുത്ത് വരികയാണെങ്കിൽ അതിനെ സിസ് എന്ന് പേര് വിളിക്കും, ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ട്രാൻസ് എന്ന് പേര് വിളിക്കും. അത് സിമ്പിളാണ്. ഇവിടെ NH3, ഇവിടെ Cl, ഇവിടെ Cl. എടാ, ഈ കോമ്പൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് സിസ് പ്ലാറ്റിൻ. സിസ് പ്ലാറ്റിൻ നോട്ട് ചെയ്ത് വെച്ചോ. സിസ് ഐസോമർ ആയിട്ട് വരുന്ന PTNH3 ട്വൈസ് Cl2 എന്ന കോമ്പൗണ്ടിൻ്റെ സിസ് ഐസോമറിനെ വിളിക്കുന്ന പേരാണ് സിസ് പ്ലാറ്റിൻ. ഇത് ട്യൂമർ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ആളാണ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ട്യൂമർ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ടെട്രാഹൈഡ്രൽ കോമ്പൗണ്ടിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റാത്തത് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ പറ്റൂല. എടാ, ഇതാണ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ.
ഇത് 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. ഇതൊരു പിരമിഡിൻ്റെ 3 കോർണറായിട്ട് മനസ്സിലാക്കണം. 4ാമത്തെ ആളിങ്ങനെ മുകളിലേക്ക് നിൽക്കുമ്പോൾ ഇയാളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസും ദൂരവും, ഇയാളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും, ഇയാളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഒക്കെ സെയിം ആയിരിക്കും. ഒരു പിരമിഡിൻ്റെ മുകളിലുള്ള ഒരു ബോണ്ടായിട്ട് ഇയാളെ മനസ്സിലാക്കണം. വിച്ച് മീൻസ് ടെട്രാഹീഡ്രലിലെ എല്ലാ ബോണ്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്യൂ ഡിസ്റ്റൻ്റ് ആണ്, ഒരേ അളവിലാണ്. ഒരേ അളവിലാണെങ്കിൽ നമുക്ക് പിന്നെ അടുത്തടുത്ത് ഓപ്പോസിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എടാ ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കണമെങ്കിൽ സിസ്സോ ട്രാൻസോ ആക്കണം. സിസ് എപ്പോഴാ അടുത്തടുത്ത്, ട്രാൻസ് എപ്പോഴാ ഓപ്പോസിറ്റ്. അങ്ങനെ അടുത്തടുത്ത് ഓപ്പോസിറ്റ് എന്നുള്ള പൊസിഷൻ ഒന്നും ടെട്രാഹീഡ്രലിൽ ഇല്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റാത്തത് എന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബിക്കോസ് ഓൾ ബോൺസ് ഇൻ ടെട്രാഹീഡ്രൽ ജോമെട്രി ആർ ഇക്യൂ ഡിസ്റ്റന്റ് ഫ്രം ഈച്ച് അതർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അളവിലാണ്. ദെർഫോർ ദർ ഈസ് നോ സിസ് ട്രാൻസ്പൊസിഷൻസ്. അവിടെ സിസ് എന്നോ ട്രാൻസ് എന്നോ പൊസിഷൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒപ്റ്റിക്കൽ ഐസോമറിസം ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചതാണ്. ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ കണ്ടീഷൻ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാവുക. അപ്പോൾ നോക്കിയേ, കൊബാൾട്ട് EN2Cl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ ഞാൻ ഇങ്ങനെ വരച്ചപ്പോൾ നോക്കിയേ, 2 ക്ലോറിൻ അല്ലേ ഉള്ളത്. ആ 2 ക്ലോറിനും അടുത്തടുത്ത് വന്നപ്പോൾ ഇത് ഇതിൻ്റെ സിസ് ഐസോമറാണ്. അവിടെ നോട്ടെ. അപ്പോൾ നോക്കടാ, ഇതിൻ്റെ മിറർ ഇമേജ് ഞാൻ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വരയ്ക്കുകയാണ്. കൊബാൾട്ട് 1 2 3 4 5 6. ഓക്കെ, ഈ എത്തിലീൻ ഡയമീൻ ഇവിടെ വന്നിട്ടുണ്ടാവും. എത്തിലീൻ ഡയമീൻ, ഈ എത്തിലീൻ ഡയമീൻ ഇവിടെ വന്നിട്ടുണ്ടാവും. എത്തിലീൻ ഡയമീൻ ബൈഡൻറ്റേറ്റ് ലിഗൻഡ് ആയതുകൊണ്ടാട്ടോ ഒരു എത്തിലീൻ ഡയമീൻ തന്നെ 2 ബോണ്ട് ഉണ്ടാക്കണേ. ഈ ക്ലോറിനും ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഇവർ തമ്മിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണോ? അല്ല. ഈ കോമ്പൗണ്ടിനെ ഇങ്ങനെ നേരെ പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റ് അല്ല. അതുകൊണ്ട് സിസ് ഐസോമറിന് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. എന്നാൽ ഇത് അതിൻ്റെ ട്രാൻസ് ഐസോമറാണ്. ഈ ട്രാൻസ് ഐസോമറിനും സൂക്ഷിച്ച് നോക്കിയടാ, ഇതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ ഉണ്ടാവുക എന്ന് നോക്കിയേ. ഇതിനെ കണ്ണാടി കാണിച്ച് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക, ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ആ ട്രാൻസ് ഐസോമറിനെ നേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ല, അത് സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് ട്രാൻസ് ഐസോമേഴ്സ് cannot show optical isomerism. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം ട്രാൻസ് ഐസോമേഴ്സിന് കാണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വൈ? ബിക്കോസ് ട്രാൻസ് ഐസോമറുകളുടെ മിറർ ഇമേജ് എന്തായതുകൊണ്ട്? സൂപ്പർ ഇമ്പോസിബിൾ ആയതുകൊണ്ട് എന്നാണ് അതിനുള്ള ഉത്തരം. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മക്കളെ, നീറ്റ് JEE റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഞങ്ങളുടെ സ്കീമുകളൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എവിടെയെങ്കിലും വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്തോ. പക്ഷേ CM അക്കാഡമിയിലേക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്തിയേക്ക്. കാരണം ഞങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് എത്താൻ പറ്റുന്നതിലെ മാക്സിമം റിസൾട്ടിലേക്ക് അവരെത്തുന്നുണ്ട്. 100 വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ 30ഓളം വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം MBBS വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അത് കേരളത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും നല്ല റിസൾട്ടാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഡയറക്റ്റ് ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. 5000 ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാം. ആകെ 2 3 ബാച്ചിലേക്ക് 210 വിദ്യാർത്ഥികൾ മാത്രമേ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുള്ളൂ. എഞ്ചിനീയറിംഗും മെഡിക്കലും ഉണ്ട്. അത് ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ക്ലാസിൻ്റെ ഫ്ലോ കളയുന്നില്ല. വാലൻസ് ബോണ്ട് തിയറിയാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. എടാ, കോർഡിനേഷൻ നമ്പർ 4 ആണോ 6 ആണോ നോക്കുക. അയാളുടെ ഹൈബ്രിഡൈസേഷൻ 4 ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആവാം, dsp2 ഹൈബ്രിഡൈസേഷൻ ആവാം. 6 ആണെങ്കിൽ sp3d2 അല്ലെങ്കിൽ d2sp3 ആവാം. അതിൻ്റെ സ്ട്രക്ചറും ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ആദ്യം ഇത് അറിയാത്തവർ നിർബന്ധമായും എന്താണെന്നൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഇതൊന്ന് അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോ, എഴുതി വെച്ചോ. എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരും. നിങ്ങളിപ്പോൾ ഇത് വിട്ടേക്ക്. അതിൻ്റെ കൂടെ തന്നെ സ്ട്രോങ് ലിഗാൻഡ് ആരൊക്കെയാണെന്ന് അറിയാത്തവർ നിർബന്ധമായി നോട്ട് ചെയ്ത് വെച്ചോ. NH3 എത്തിലീൻ ഡയമീൻ, NO2- CN- കാർബൺ മോണോക്സൈഡ്. ഇതൊക്കെ അറിയാത്തവർ വേഗം നോട്ട് ചെയ്ത് വെച്ചോ. എങ്ങനെ അപ്ലൈ ചെയ്യാം ഞാൻ പറഞ്ഞുതരും. എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് എഴുത്ത് തീർക്ക്. അതുപോലെ നിർബന്ധമായും അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ് ആരാണ് പാരാമാഗ്നറ്റിക്. അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ആബ്സെന്റ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. കൂട്ടത്തിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ കൂടി നോട്ട് ചെയ്ത് വെച്ചോ. √n × n+2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. കുഞ്ഞേ, ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ നോട്ട് ചെയ്യൽ മാത്രം ഇപ്പോൾ ചെയ്യുക. എക്സാമ്പിൾ ഞാനിതാ ചെയ്തു തരുന്നു. ഇതാ 2 കോമ്പൗണ്ട് ഞാനിവിടെ തരുന്നുണ്ട്. കൊബാൾട്ട് Cl6 3-. എടാ, കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഞാനൊന്ന് കാണാം. അപ്പോൾ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ X എന്ന് എടുത്തു, ക്ലോറിൻ -6 എന്ന് എടുത്തു. അപ്പോൾ Xഉം -6ഉം തമ്മിൽ കൂട്ടിയാൽ ഈ ചാർജ് -3 കിട്ടണം. സോ X = +3 എന്ന് വരും. സോ കൊബാൾട്ടിൻ്റെ ചാർജ് +3 എന്ന് കിട്ടി. കൊബാൾട്ട് 3+. അറ്റോമിക് നമ്പർ ഓഫ് കൊബാൾട്ട് 27 അല്ലേടാ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് അതറിയണം കേട്ടോ. 27 ആണ്. അതിൽ 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കാണാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഈ 2ഉം 7ഉം കൂട്ടുക. അപ്പോൾ എത്ര? 9. അതിൽ നിന്ന് ഈ 3 ഇങ്ങോട്ട് കുറക്കുക. അപ്പോൾ എത്ര? 6. പഠിച്ചോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഞാൻ ആ 3Dയിൽ 6 ഇലക്ട്രോൺ വരയ്ക്കുകയാണ്. 1 2 3 4 5 ബോക്സ് വരച്ചു. 6 ഇലക്ട്രോൺ ആരെയും പേടിക്കാതെ ഫില്ല് ചെയ്യാണ്. 1 2 3 4 5 6 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. എടാ, ഇത് 3D ആണ്.
അതിനപ്പുറത്തൊരു ഫോറസ് ഉണ്ടാകും. ഫോറസ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ്, അപ്പുറത്ത് 4p ഉണ്ടാകും. 4p എന്ന് പറഞ്ഞാൽ 3 ബോക്സ്. അത് കഴിഞ്ഞാൽ 4d ഉണ്ടാകും. 4d എന്ന് പറഞ്ഞാൽ 5 ബോക്സ്. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്താ അറിയടാ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേ സാധനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നിടം മുതൽ ഒന്നുകൂടെ ഒന്ന് കാണുക, ഉറപ്പായിട്ടും നിനക്ക് മനസ്സിലാവും. ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കണ്ടേ. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിഗാൻഡ് ഉണ്ടാക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്. അതിവിടെ ക്ലോറിൻ 6 ആയതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 6, കാരണം ക്ലോറിൻ മോണോഡെൻഡേറ്റ് ലിഗാൻഡാണ്. ഇനി കേട്ടോ മോനെ, വാക്കൻ്റ് ഓർബിറ്റൽ മുതൽ എണ്ണണം. ഇതല്ലടാ വാക്കൻ്റ് ഓർബിറ്റൽ, അവിടെ മുതൽ അങ്ങോട്ട് എണ്ണ 1 2 3 4 5 എത്ര വരെ എണ്ണണം എന്നറിയോ? കോർഡിനേഷൻ നമ്പർ എത്രയാണോ അത്ര വരെ. അപ്പോൾ എത്ര കോർഡിനേഷൻ നമ്പർ? 6. അപ്പോൾ 6 വരെ എണ്ണി ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ കിട്ടും. ഇത് ഏതാടാ? എസ്. അപ്പോൾ ഞാൻ എസ് എന്ന് എഴുതി. ഇത് 3 ഏതാടാ? പി അല്ലേടാ? അപ്പോൾ 3p എന്ന് എഴുതി, sp3. ഈ 2 ഏതാടാ? ഡി അല്ലേ? അപ്പോൾ 2d എന്ന് എഴുതി, sp3d2. എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കാണാൻ പറ്റും? ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റും നോക്കി. ഇനി നിങ്ങൾ ആ ടേബിളിലേക്ക് ഒന്ന് തിരിച്ച് സഞ്ചരിച്ചേ. വാലൻസ് ബോണ്ട് തിയറിയിൽ എടാ sp3d2 ആണെങ്കിൽ സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞ് ഒക്ടാഹീഡ്രൽ. ഞാൻ ആ ടേബിളിൽ നിങ്ങൾക്ക് എഴുതി തന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ പിന്നീട് ഇങ്ങനെ വരും എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എടാ മോനെ, ഇനി അടുത്തതായിട്ട് ഇയാൾ പാരയാണോ ഡയാണോ നോക്കണം. നോക്കിയേ, അൺപെയ്ഡ് ഇലക്ട്രോൺ 4 ഉണ്ട്. സോ ദിസ് ഇസ് പാരാമാഗ്നറ്റിക്. ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ പാരയാണ്. ഫൈനലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു √4 × 6 അല്ലേ, n × n+2. സോ ദാറ്റ് ഈസ് √24 ബോർ മാഗ്നറ്റോൺ. BM എന്ന് പറഞ്ഞാൽ ബോർ മാഗ്നറ്റോൺ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് ഓർത്ത് വെച്ചോ. എടാ മോനെ, അടുത്ത കോമ്പൗണ്ട് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. കൊബാൾട്ട് CN6 3-. ഇവിടെ ഇതുപോലെ തന്നെയാണ്. CLന് പകരം CN ആയി എന്നല്ലാതെ വേറൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊബാൾട്ട് 3+ തന്നെ ആയിരിക്കും. അയാളിലും 3d6 ആയിരിക്കും. എന്നിട്ട് ഞാൻ ആ 3dയിലെ 6 ഇലക്ട്രോൺസ് ഇവിടെ വരയ്ക്കാൻ പോവാണ്. 3dയിലെ 6 ഇലക്ട്രോൺ വരയ്ക്കാണ്. അപ്പുറത്ത് ഫോറസ് ഉണ്ട്, ഇത് 3d ആണ്. അപ്പുറത്ത് ഫോറസ് ഉണ്ട്, അപ്പുറത്ത് 4p ഉണ്ട്. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്താ അറിയോ? ഈ സയനൈഡ് എന്ന് പറയുന്ന ആൾ സ്ട്രോങ് ലിഗാൻഡാണ്. അതാണ് ഇവിടെ ഉള്ളൊരു വ്യത്യാസം. സയനൈഡ് സ്ട്രോങ് ലിഗാൻഡാണ്. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, പെയർ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ 6 ഇലക്ട്രോൺസിനെ പെയർ ചെയ്താണ് എഴുതേണ്ടത്. 1 2 3 4 5 6. ഇതാണ് സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോഴുള്ള വ്യത്യാസം. ആദ്യം തന്നെ പെയർ ചെയ്താണ് കൊടുക്കുക. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വാക്കൻ്റ് ഡി ഓർബിറ്റൽ മുതൽ എണ്ണ. ഇതല്ലടാ വാക്കൻ്റ് ഓർബിറ്റൽ, ഇവിടെ മുതൽ എണ്ണ 1 2 3 4 5 6. അപ്പോൾ ഇവിടെ തീരും. ഹൈബ്രിഡൈസേഷൻ വിളിച്ചു പറഞ്ഞാൽ ആദ്യം എണ്ണിയത് ഇതാ ഈ 2 പേരാണ്. അവർ D ആണ്. സോ D2 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ആരാ? ഇവിടെ ഒരു S ഉണ്ട്. പിന്നെ ആരാ? 3p ഉണ്ട്. D2 sp3 ആണ് ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ. D2 sp3 ആണെങ്കിൽ ഒക്ടാഹീഡ്രലാണെന്ന് ഞാൻ നേരത്തെ ടേബിളിൽ തന്നിട്ടുണ്ട്. നോക്ക് മോനെ നോക്ക്, ഇതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ് പെയ്ഡ് ഇലക്ട്രോണാണ്. ദെർഫോർ ദിസ് ഇസ് ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. കാരണം എന്താ? അൺപെയ്ഡ് ഇലക്ട്രോൺ എന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കുഞ്ഞെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചെയ്യാനുള്ള അവസാനത്തെ പണി ഇതേ സാധനം ഒന്നുകൂടെ കാണുകയെന്നാണ്. ഉറപ്പായിട്ട് മനസ്സിലാകും, ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോ. 2 എക്സാമ്പിൾ കൂടി ഞാൻ പെട്ടെന്ന് ചെയ്തുതരാം. H2യുടെ ചാർജ് 0, ക്ലോറിൻ്റെ ചാർജ് -2. തമ്മിൽ കൂട്ടി സൈൻ മാറ്റിയാൽ നിക്കൽ +2 എന്ന് വരും. എടാ, നിക്കൽ 2+, അറ്റോമിക് നമ്പർ ഓഫ് നിക്കൽ 28. എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം കാണുക? 2ഉം 8ഉം കൂട്ടുക 10. അതിൽ നിന്ന് 2 പോയാൽ ബാക്കി 8. അപ്പോൾ 3dയിൽ ഞാൻ 8 ഇലക്ട്രോൺ വരയ്ക്കാൻ പോവാണ്. 1 2 3 4 5. 8 ഇലക്ട്രോൺ ആരെയും പേടിക്കാതെ എങ്ങനെ കൊടുത്തു? 1 2 3 4 5 6 7 8. ഇപ്പുറത്ത് ഫോറസ് ഉണ്ട്, അപ്പുറത്ത് 4p ഉണ്ട്. മോനെ ഒന്ന് ശ്രദ്ധിച്ചതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് നോക്കിയേ. കോർഡിനേഷൻ നമ്പർ ഇവിടെ നിക്കൽ H2 2 ടൈംസ് ആണ് കേട്ടോ കവി ഉദ്ദേശിച്ച്. ഇവിടെയും NH3 2 ടൈംസ് ആണ് വേണ്ടത്. ഒരു സെപ്പറേറ്റ് കോർഡിനേഷൻ നമ്പർ വരുന്നതാണ്. ഇവിടെ ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാ 2 2. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഇവിടെ 4 എന്നല്ലടാ വരണേ, ശരിയല്ലേ? കോർഡിനേഷൻ നമ്പർ 4 എന്നാണ് വരുന്നത്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ട് 4 വരെ എണ്ണിയാൽ മതി. വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 4 വരെ എണ്ണുക. എണ്ണിയ ആളെ വിളിച്ച് പറ, ഇതൊരു S ആണ് എണ്ണിയത്, 3p-യുമാണ് എണ്ണിയത്. സോ sp3 ഇസ് ദി ഹൈബ്രിഡൈസേഷൻ. sp3 ആണെങ്കിൽ എന്താ സ്ട്രക്ചർ എന്ന് ഞാൻ നേരത്തെ ടേബിളിൽ തന്നു, ടെട്രാഹീഡ്രലാണ്. ശരിയല്ലേടാ? ഇനി നിങ്ങൾ പറ, ഇത് പാരയാണോ ഡയാണോ? പാരയാണ്, കാരണം 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു √2 × 4, ദാറ്റ് ഈസ് ഈക്വൽ ടു √8 ബോർ മാഗ്നറ്റോൺ. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 2n × n+2. സിമ്പിളായിട്ട് കാണാം. ഇവിടെയുള്ള വ്യത്യാസം എന്താ? ഈ NH3 എന്ന് പറയുന്ന ആൾ സ്ട്രോങ് ലിഗാൻഡാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയാൽ സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ നിക്കൽ 2+ തന്നെ വരും. 3dയിൽ 8 ഇലക്ട്രോൺ വരും. അപ്പോൾ 3dയിൽ 8 ഇലക്ട്രോൺ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പെയർ ചെയ്ത് ഫില്ല് ചെയ്യണം. 1 2 3 4 5 6 7 8 ഇങ്ങനെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ മുതൽ എണ്ണൽ വരും. അതാണ് വ്യത്യാസം. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്ക്. ഹൈബ്രിഡൈസേഷൻ ഞാനിവിടെ എഴുതി വെക്കാം. DsP2 സ്ട്രക്ചർ സ്ക്വയർ പ്ലനാർ എന്ന് വരും. ആൻഡ് ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു കോമ്പൗണ്ട് സ്ക്വയർ പ്ലനാർ ആണോ ടെട്രാഹീഡ്രൽ ആണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അയാൾക്ക് ജോമെട്രിക് ഐസോമർസം കാണിക്കോ ഇല്ലേന്ന് അറിയാനെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ കാണുമെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ് കാണുക.
മോനെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നൊരു തിയറിയുടെ പോസ്റ്റുലേറ്റ് ചോദിച്ചാൽ ഈ 5 പോയിൻ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ വായിച്ചു തരാം, അറിയാത്തവർ എഴുതിയെടുക്കുക, കാണാതെ പഠിക്കുക. മോനെ, ലിഗാൻസ് ആർ കൺസിഡേർഡ് ആസ് പോയിന്റ് ചാർജസ്. ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതിയേ, നിങ്ങൾ ഫുള്ളാക്കി എഴുതണേ. ലിഗാൻസ് ആർ കൺസിഡേർഡ് ആസ് പോയിന്റ് ചാർജസ്. ലിഗാൻഡുകളെ പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ അടുത്തത്, ഇൻ ആബ്സെൻസ് ഓഫ് ലിഗാൻഡ്, ലിഗാൻഡ് ഒന്നുമില്ലെങ്കിൽ എല്ലാ ഡി ഓർബിറ്റൽസിനും സെയിം എനർജിയാണ്. ഓൾ ഡി ഓർബിറ്റൽസ് ആർ ഹാവിങ് സെയിം എനർജി. ഒരേ എനർജിയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഓർത്ത് വെക്ക്, ഡീജനറേറ്റ് ഓർബിറ്റൽ. അപ്പോൾ ലിഗാൻഡ് ഒന്നുമില്ലെങ്കിൽ എല്ലാ ഡി ഓർബിറ്റൽസും ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. പ്രസൻസ് ഓഫ് ലിഗാൻഡ്, ലിഗാൻഡ് വരുമ്പോൾ അവരുടെ എനർജി സെയിം ആയിരിക്കില്ല, ഗെറ്റ്സ് ഡിഫറൻറ്റ്. അത് ഡിഫറൻ്റ് ആയി മാറും. എങ്ങനെ ഡിഫറൻ്റ് ആകും? കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ T2G ഓർബിറ്റൽസിൻ്റെ എനർജി EG ഓർബിറ്റൽസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താ T2G EG? എടാ, ഡി ഓർബിറ്റൽസ് 5 അല്ലേ എടാ? ആ 5 ഡി ഓർബിറ്റലിൽ ആദ്യത്തെ 3 എണ്ണത്തെയാണ് നമ്മൾ T2G ഓർബിറ്റൽ എന്ന് പേര് വിളിക്കുക. അവസാനത്തെ 2 എണ്ണമാണ് EG ഓർബിറ്റൽ. അങ്ങനെ പഠിച്ചു വെക്കും. ഇപ്പോൾ ശരിക്കും അതിൻ്റെ ഇതിങ്ങനെയാണ്, DXY, DYZ, DXZ, ഈ 3 എണ്ണമാണ് T2G ഓർബിറ്റൽ. DX² - Y² ആൻഡ് DZ² എന്ന 2 ഓർബിറ്റലാണ് EG ഓർബിറ്റൽ. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ എനർജി ബാക്കിയുള്ള 2 എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും. എപ്പോൾ? കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ. പക്ഷേ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ തിരിച്ചായിരിക്കും. EG ഓർബിറ്റൽസിൻ്റെ എനർജി T2Gയേക്കാൾ കൂടുതലായിരിക്കും. ഈ 5 എണ്ണം എഴുതി വെച്ചാൽ പോസ്റ്റുലേറ്റ് ആയി. പൊന്നു മോനെ, കഴിഞ്ഞ വീഡിയോക്ക് കമൻറ്റ് ബോക്സിൽ ഒരുത്തൻ വന്നിട്ട് മെസ്സേജ് അയച്ചത് കണ്ടു. റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഞങ്ങൾക്കിത് മനസ്സിലാവില്ല. എടാ മോനെ, ഒരു കൊല്ലം എവിടെയായിരുന്നു? ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് ഈ കൊല്ലത്തിൻ്റെ തുടക്കത്തിലല്ല, മറ്റന്നാൾ ഉണ്ടാക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ റീസൺ ആലോചിച്ച് അവിടെ ഇരിക്കുക. ഞങ്ങളിത് കാണാതെ പഠിച്ചിട്ട് മാർക്ക് ഉണ്ടാക്കിക്കോളാം. അല്ല പിന്നെ നോക്കടാ, സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹീഡ്രൽ എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറിയാം കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഒക്ടാഹീഡ്രൽ കോർഡിനേഷൻ നമ്പർ 6 ആണെന്നുള്ളത് നേരത്തെ എഴുതി തന്നല്ലോ മോനെ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് എനർജിയുടെ ഗ്രാഫാണ്. ഇതാരാ? ഡി ഓർബിറ്റൽസ് ഇൻ ആബ്സെൻസ് ഓഫ് ലിഗാൻഡ്. ലിഗാൻഡ് ഒന്നുമില്ലെങ്കിൽ ഈ ഡി ഓർബിറ്റൽസിൻ്റെ എനർജി സെയിം ആണ്. എന്താ, ലിഗാൻഡ് ഒന്നും ഇല്ലെങ്കിൽ ഡി ഓർബിറ്റൽസിന് സെയിം എനർജിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് സെയിം ആണ്. അപ്പോൾ 5 ഡി ഓർബിറ്റൽസിന് ഒരേ എനർജിയാണ്. പക്ഷേ ഈ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണ്? ഇൻ പ്രസൻസ് ഓഫ് ലിഗാൻഡ്. ഇത് കണ്ടോ, 3 എണ്ണത്തിൻ്റെ എനർജി ഞാൻ നേരത്തെ എഴുതിയത് മാറിപ്പോയോ മക്കളെ? T2Gക്ക് കുറവാണെന്നാണ് കേട്ടോ ഇവിടെ ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയേ. T2Gക്ക് കുറവും EGക്ക് കൂടുതലുമാണ്. ചിലർ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇതാ, ഇത് ഞാൻ എഴുതിയപ്പോൾ ഈ ആരമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ്, EGക്ക് കൂടുതലാണ്. ഇവിടെ തിരിച്ചാണ്, T2Gക്ക് കൂടുതലാണ്. എഴുതിയപ്പോൾ മാറിപ്പോയി, ബൈ മിസ്റ്റേക്ക്, സോറി. നോക്കടാ, അപ്പോൾ ഇവിടെ നോക്ക്, 3 എണ്ണം T2G അല്ലേ? 3 എണ്ണം താഴേക്ക് വന്നു T2G, അയാൾക്ക് കുറവാണ്, എനർജി താഴത്തേക്ക് വന്നു. ഇതോ EG കൂടുതലാണ്, EG 2 എണ്ണം. എപ്പോൾ? കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിലുള്ള കഥയാണ് കേട്ടോ ഈ പറയണേ. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഈ 3 2 നേരെ തിരിഞ്ഞു വരും. ഇതൊക്കെ നിങ്ങൾ കുറേ കേട്ടതായിരിക്കും. അതിൻ്റെ ഒരു ആവറേജ് എനർജിയുടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണിത്. അല്ലാതെ ഇങ്ങനെ ഇവിടെ 5 ഓർബിറ്റൽസ് നിലനിൽക്കുന്നില്ല. ഇത് അതിൻ്റെ ഒരു ആവറേജ് എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ആ ആവറേജ് എനർജിയെ നമ്മൾ ഡെൽറ്റ O എന്നാണ് പേര് വിളിക്കുക. എന്താടാ? ഡെൽറ്റ O. ഇനി ഈ ഗ്യാപ്പും കൂടിയാണ് ഫില്ല് ചെയ്താൽ എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ ഗ്രാഫ് സെറ്റ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഗ്രാഫാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. കുഞ്ഞെ, ഈ ഗ്രാഫ് ഇത് താഴത്തേക്കല്ലേ പോയത്? അപ്പോൾ നമ്മൾ മൈനസ് നിട്ടണം. എന്നിട്ട് ഞാൻ എഴുതുന്ന വാല്യൂ ശ്രദ്ധിച്ചോട്ടോ, 2/5 ഡെൽറ്റ O. ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. എന്താണ് ഈ 2 എന്നറിയോ? മുകളിലേക്ക് പോയ ഓർബിറ്റൽസിൻ്റെ എണ്ണം. മുകളിലേക്ക് പോയത് 2 എണ്ണം, അത് ഇവിടെയാണ് കൊടുക്കുക. ടോട്ടൽ ഡി ഓർബിറ്റലിൻ്റെ എണ്ണം 5. അങ്ങനെയാണ് ഇത് 2/5 ആയത്. അപ്പോൾ മുകളിലേക്ക് പോയതോ പ്ലസ് എന്ന് എഴുതണം. എന്നിട്ട് താഴേക്ക് പോയ ഓർബിറ്റൽസിൻ്റെ എണ്ണം ന്യൂമറേറ്ററിൽ കൊടുക്കണം 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 5 ഡെൽറ്റ O. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാം. ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും വാലൻസ് ബോണ്ട് തിയറിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റു വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ലാസ്റ്റ് ടൈം ഫ്രെയിം വർക്ക് ആയിട്ട് നിങ്ങളിത് പഠിച്ചാൽ മതി. മനസ്സിലായിട്ടില്ല എങ്കിൽ ആ ഡീറ്റെയിൽഡ് വീഡിയോസിന് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടുതരാം. ടെട്രാഹീഡ്രൽ ആണെങ്കിലുള്ള വ്യത്യാസം എന്താ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡി ഓർബിറ്റൽസ് ഇൻ ആബ്സെൻസ് ഓഫ് ലിഗാൻഡ് ആൻഡ് ദിസ് ആവറേജ് എനർജി ഇസ് കോൾഡ് ഡെൽറ്റ T. നേരത്തെ ഡെൽറ്റ O ഒക്ടാഹീഡ്രൽ, ഡെൽറ്റ T ടെട്രാഹീഡ്രൽ. ഇത് ആരാ വന്നേക്കണം നോക്കിയേ? EG ഓർബിറ്റൽസിൻ്റെ എനർജി കുറവാണ്, T2G ഓർബിറ്റൽസിൻ്റെ എനർജി കൂടുതലാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് എത്ര ഉണ്ടാവുക? മൈനസ് വേണം, 3/5 എന്ന് വേണം. കാരണം എന്താ? മുകളിലേക്ക് പോയ ആൾക്കാരുടെ എണ്ണമാണ് ഇവിടെ കൊടുക്കേണ്ടത്, ടൈംസ് ഡെൽറ്റ T. ആൻഡ് ദിസ് ഗ്യാപ്പ് ഇതെന്താ? പ്ലസ് 2/5 ഡെൽറ്റ T. ഇതാണ് ടെട്രാഹീഡ്രൽ ആണെങ്കിലുള്ള ഡിഫറൻസ്. വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതുപോലെ തന്നെ ചെയ്തു വെച്ചോ മാർക്ക് കിട്ടും. മോനെ, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കൊബാൾട്ട് H2O 6 times Cl3 എന്നതിൻ്റെ T2G EG ലെവലിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം. എടാ, ഇവിടെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കൂട്ടി നോക്കിയാൽ, വാട്ടറും ക്ലോറിനൊക്കെ പരിഗണിച്ച് നോക്കിയാൽ കൊബാൾട്ട് 3+ എന്നാണ് വരിക. അപ്പോൾ കൊബാൾട്ട് 3+ എന്ന് പറഞ്ഞാൽ
എത്രയാടാ 27 അല്ലേ അറ്റോമിക് നമ്പർ, 2ഉം 7ഉം 9 3 പോയാൽ ബാക്കി 6 3d6 എന്ന് വരും. ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 3d6 നമ്മൾ എങ്ങനെ എഴുതുക? ഇതാ 3d6 എന്ന് എങ്ങനെ എഴുതുക? ആരെയും പേടിക്കാതെ ഇങ്ങനെ എഴുതിയാൽ മതി 3d6. എന്നിട്ട് ഞാൻ പറയുകയാണേ, ഇതിൽ ആദ്യത്തെ 3 T2g ഓർബിറ്റൽ. അപ്പോൾ T2gയിൽ എത്ര എണ്ണമായി? 1 2 3 4. അപ്പോൾ നമുക്കിതിനെ T2g4 EGയിൽ 2 EG2 ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ പരീക്ഷയ്ക്ക് ചിലത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. T2g4 EG2. ഇതാ ശ്രദ്ധിച്ചോ, കൊബാൾട്ട് NH3, ഇവിടെയും കൊബാൾട്ട് 3+ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താ അറിയോ? 3Dയിൽ 6 ഇലക്ട്രോൺസ് തന്നെയാണ്. പക്ഷേ വ്യത്യാസം ഇയാൾ സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് 3Dയിൽ ഇലക്ട്രോൺസ് കൊടുക്കുക നിങ്ങൾക്കറിയില്ലേ? ഇതാ പേടിക്കണം, 1 2 3 4 5 6 ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ T2gയിലാണ് 6 ഇലക്ട്രോൺ വരുന്നത്. T2gയിൽ 6 ഇലക്ട്രോൺ, EGയിൽ അപ്പോൾ 0 ആണ് വരിക. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്, പഠിച്ചു വെച്ചേക്കുക. കളറ് കാണിക്കണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവണം. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലേ കളർ ഉണ്ടാവുള്ളൂ. താഴെ പറയുന്നതിൽ ആർക്കാണ് കളർ ഉള്ളത്, ആരാ കളർ ഇല്ലാത്തത് എന്നുള്ള ക്വസ്റ്റ്യൻ സിമ്പിളാണ്. സ്കാൻഡിയം H2O 6 times 3+. ഹിയർ സ്കാൻഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3+ എന്ന് വരും. അറ്റോമിക് നമ്പർ ഓഫ് സ്കാൻഡിയം 21. 2 1 3 3 3 പോയാൽ ബാക്കി 0 3d0. അൺപെയ്ഡ് ഇലക്ട്രോൺ പോയിട്ട് ഇലക്ട്രോണേ ഇല്ല സ്കാൻഡിയത്തിൽ. സോ ദിസ് ഈസ് കളർലെസ്. ഇയാൾക്ക് കളറില്ല. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കളർ ഉണ്ടാവും, ഇല്ലെങ്കിൽ കളർ ഉണ്ടാവില്ല. കളർ കാണിക്കാനുള്ള കാരണം എന്തെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ വാക്ക് മറക്കരുത്. DD ട്രാൻസിഷൻ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. കളർ കാണിക്കാനുള്ള കാരണം DD ട്രാൻസിഷൻ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ, അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ DD ട്രാൻസിഷൻ ആണ്. ആ വാക്ക് നന്നായി പഠിച്ചു വെച്ചോ. DD ട്രാൻസിഷൻ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. FeH2O 6 times Cl3. ഇവിടെ Fe3+ എന്നാണ് വരിക. നോക്കിക്കോ, Fe3+ എന്നാണ് വരിക. Fe3+ അറ്റോമിക് നമ്പർ 26 അല്ലേടാ. സോ 3Dയിൽ എത്ര ഇലക്ട്രോണാ? 2 6 8 3 പോയ 5 ഇലക്ട്രോൺസിനെ ആരെയും പേടിക്കാതെ ഫില്ല് ചെയ്യണം. ഇവിടെ H2O വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് ആരെയും പേടിക്കണ്ട. 1 2 3 4 5. സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഇത് കളേർഡ് കോംപ്ലക്സ് ആണ്. ഇനി ഇവിടെ നോക്കിയേ, Zn H2O 6 times 2+. Zn 2+ എന്നാണ് വരിക. Zn സിങ്ക് 4s2 3d10 അതിൽ 2+ പോയാൽ ബാക്കി 3d10 അല്ലേ? അറ്റോമിക് നമ്പർ 30 എന്ന് വരിക. ഇവിടെ മറ്റേ പരിപാടി നടക്കില്ല കേട്ടോ. 3ഉം 0ഉം കൂട്ടാതെ നടക്കില്ല. സിങ്കിന് മാത്രമേ നടക്കില്ല. ടോട്ടൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് 4s എന്ന് ഔട്ടാക്കുക. ബാക്കി ഇതാ 4s2 3d10 എന്നാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പോസിറ്റീവ് ചാർജുകളുണ്ട്, 4s2 പോയി. ബാക്കി 3d10 എന്ന് വരും. 3Dയിൽ 10 ഇലക്ട്രോൺ അല്ലേ കൊള്ളുക. ആ 10 ഇലക്ട്രോണും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഒറ്റ അൺപെയ്ഡ് ഇലക്ട്രോണും ഇല്ല. സോ ദിസ് ഈസ് കളർലെസ്. മനസ്സിലായില്ലേ? ഇലക്ട്രോൺ ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. എടാ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ തരാം. ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി ഞാൻ പെട്ടെന്ന് വായിച്ചു തരാം, അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളണേ. വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്പർ ഓഫ് അസംഷൻസ്, ഒരുപാട് ഊഹങ്ങളുണ്ട്. ഇത് ഡസ് നോട്ട് ഗീവ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അഥവാ അളവ് പറയാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് പറ്റിയിട്ടില്ല. ഡസ് നോട്ട് എക്സ്പ്ലെയിൻ കളർ, കളറിനെ കുറിച്ച് ഇയാൾ സംസാരിച്ചിട്ടില്ല. ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്ട്രോങ് ആൻഡ് വീക്ക് ലിഗാൻഡ്, സ്ട്രോങ് ലിഗാൻഡ് ആരാ വീക്ക് ലിഗാൻഡ് ആരാന്ന് പറയാൻ വാലൻസ് ബോണ്ട് തിയറിക്ക് പറ്റിയിട്ടില്ല. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും 2 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്ന പോലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ലിമിറ്റേഷനും ചോദിക്കും. എടാ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്രകാരം നമ്മളെ സ്പെക്ട്രോകെമിക്കൽ സീരീസ്, അതെന്താണെന്ന് ഞാൻ പറയാം, പിന്നീട് വരുന്നുണ്ട്. സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ആനയോൺ വരേണ്ടത് റൈറ്റ് സൈഡിലാണ്, അഥവാ ഹൈ എൻഡിലാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ആനയോൺസ് എവിടെയും ഉണ്ട് ലോ എൻഡ് ഓഫ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്. എടാ സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ലോ എൻഡിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആനയോൺസ് ഉണ്ട് എന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പ്രകാരം ആനയോൺസ് വരേണ്ടത് ഹൈ എൻഡിലാണ്, പക്ഷേ ആനയോൺസ് എവിടെയും വരുന്നു, ലോ എൻഡിലും വരുന്നു എന്നത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതെന്താണെന്ന് കൂടുതൽ ചിന്തിക്കേണ്ട, ഞാൻ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ പറഞ്ഞുതരാം. കനോട്ട് എക്സ്പ്ലെയിൻ കോവാലന്റ് ക്യാരക്ടർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ്. മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ടിൻ്റെ കോവാലന്റ് നേച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് പറ്റിയിട്ടില്ല. പിന്നെ അത് ലിഗാൻഡ് ഫീൽഡ് തിയറി എന്നുള്ള ഒരു തിയറി പിന്നീട് വരുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കൂടുതൽ ചിന്തിക്കാനാവാത്തത്. ആ 2 ഒന്ന് ഓർത്ത് വെച്ചോ. സ്പെക്ട്രോകെമിക്കൽ സീരീസ് 2 മാർക്ക് ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. 2 മാർക്കിന് ആരാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് ചോദിക്കും. പൊന്നുമോനെ പഠിച്ചു വെച്ചോ. അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. ഒരു 4 വട്ടം എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. 4 വട്ടം പറയണേ, അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. എന്നിട്ട് വലിയൊരാളെ ആര് തന്നിട്ടുണ്ട്? NCERT തന്നിട്ടുണ്ട്. നിങ്ങൾ NCERTയിലെ മുഴുവൻ ആൾക്കാരൊന്നും പഠിക്കണ്ട, ആദ്യത്തെ കുറച്ചെണ്ണം അവസാനത്തെ കുറച്ചെണ്ണം നോട്ട് ചെയ്ത് വെക്കുക. അതിൽ സിമ്പിളായിട്ട് പഠിക്കാം, അതിനിടയിൽ ഇങ്ങനെ കുത്തിട്ടാൽ മതി, അടിപൊളിയാവും. എടാ മോനെ, അവസാനത്തെ ആൾക്കാരെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം, കാരണം അവർ സ്ട്രോങ് ലിഗാൻഡായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആൾക്കാരാണ്. NH3, എത്തിലീൻ ഡയമീൻ, സയനൈഡ്, കോബാൾട്ട്, കാർബൺ മോണോക്സൈഡ്, ഇവരൊക്കെ നേരത്തെ നമ്മൾ സ്ട്രോങ് ലിഗാൻഡായിട്ട് പഠിച്ച ആൾക്കാരാണ്. അവരെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്.
ബുദ്ധിമുട്ടുണ്ടാവോ ഇവിടെ? ഇവിടുത്തെ ബുദ്ധിമുട്ട് തീർക്കാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ഇബ്രാഹിമും സച്ചിനും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. കഴിഞ്ഞു. എങ്ങനെ? ഇബ്രാഹിമും സച്ചിനും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അത് ഓർക്കുക. അപ്പോൾ തന്നെ വീക്ക് ലിഗാൻഡിൻ്റെ ഒരു ഏരിയ കിട്ടി. പിന്നെ കുറേ കുത്തുകുത്തിടുക, പിന്നെ സ്ട്രോങ് ലിഗാൻഡ്. പരിപാടി കഴിഞ്ഞു. അടുത്ത് നോക്കിയാൽ വെർണേഴ്സ് തിയറി. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിന്റെ ഭാഗ്യം. അക്കോർഡിംഗ് ടു വെർണേഴ്സ് തിയറി ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് 2 ടൈപ്പ് വാലൻസി ഉണ്ടാകും. ആ 2 ടൈപ്പ് വാലൻസി ഏതൊക്കെയാണ്? ഒന്ന് പ്രൈമറി വാലൻസി, മറ്റേത് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസിയുടെ എക്സാമ്പിൾസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡറി വാലൻസി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് മാത്രം പഠിക്കുക. പ്രൈമറി വാലൻസി അയോണൈസബിൾ ആണ്, നോൺ ഡയറക്ഷണൽ ആണ്. പഠിക്കുക. സാറ്റിസ്ഫൈഡ് ബൈ അയോൺസ് ആണ്. അയോണുകളാണ് പ്രൈമറി വാലൻസി ഉണ്ടാക്കുക. ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ ആണ്. ഒരു കോമ്പൗണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടിയാൽ പ്രൈമറി വാലൻസി അതിന് ഈക്വൽ ആയിരിക്കും. സെക്കൻഡറി വാലൻസിയോ ഇതിൻ്റെ ഓപ്പോസിറ്റ് നോൺ അയോണൈസബിൾ ആണ്. നോൺ ഡയറക്ഷണൽ ഓപ്പോസിറ്റ് ഡയറക്ഷണൽ ആണ്. സാറ്റിസ്ഫൈഡ് ബൈ അയോൺസ് എന്നത് സാറ്റിസ്ഫൈഡ് ബൈ ലിഗാൻസ് എന്നാകും. ലിഗാൻഡ് ആണ് സെക്കൻഡറി വാലൻസി ഉണ്ടാക്കുക. ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ എന്നത് കോർഡിനേഷൻ നമ്പർ എന്നാകും. ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൽ എത്ര പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട് എന്ന് കാണാൻ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര, കോർഡിനേഷൻ നമ്പർ എത്ര എന്ന് കണ്ടാൽ മതി എന്ന്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കാണാം? വാട്ടർ 0, ക്ലോറിൻ -3, തമ്മിൽ കൂട്ടി സൈൻ മെറ്റീരിയൽ +3, കൊബാൾട്ട് 3+. സോ ഓക്സിഡേഷൻ നമ്പർ +3 ആയതുകൊണ്ട് പ്രൈമറി വാലൻസി 3. കോർഡിനേഷൻ നമ്പർ എത്രയാടാ? കോർഡിനേഷൻ നമ്പർ എങ്ങനെ കാണാം? ലിഗാൻഡുകളുടെ എണ്ണം. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ട് 6. സോ സെക്കൻഡറി വാലൻസി =6. സിമ്പിൾ അല്ലേ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഭയങ്കര ഫേമസ് ഇക്വേഷനാണ്. ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ കുറേ പേര് കിട്ടാതെ ഇടങ്ങാറാവണ കാണാം. സിമ്പിളാണ്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് AgCl ഫോംഡ് വെൻ എക്സസ് ഓഫ് AgNO3 is treated with 1 mole of following compounds. ഈ പറയുന്ന കോമ്പൗണ്ടുകളുമായിട്ട് AgNO3 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര AgCl കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി എല്ലാ വശങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു പോയിന്റ് മാത്രം ശ്രദ്ധിക്കുക. ഈ കോമ്പൗണ്ടിനൊക്കെ ഞാൻ ഈ പറയും പോലെ ഒന്ന് മാറ്റി എഴുതണം. COCl3 6NH3. ഞാനിങ്ങനെ എഴുതാണ് CONH3 6 ടൈംസ്. അഥവാ കൊബാൾട്ടിൻ്റെ കൂടെ ആദ്യം തന്നെ അമോണിയ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എത്ര അമോണിയ ഉണ്ട് നോക്കുക? 6 എണ്ണം. അപ്പോൾ ഓക്കെയാണ്. കൊബാൾട്ടിൻ്റെ കൂടെ 6 ലിഗാൻഡ് വേണം. ആ 6 എണ്ണം ആരെണ്ണം ഉണ്ട്? അമോണിയ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഈ 3 ക്ലോറിൻ ഇല്ലേ, ആ 3 ക്ലോറിൻ പുറത്തെഴുതുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചോ, നോയിക്കോട്ടെ. കൊബാൾട്ട് ഇതിനെ റീറൈറ്റ് ചെയ്യുന്ന രൂപം ശ്രദ്ധിച്ചോ. ആദ്യം അമോണിയ എഴുതുക. അമോണിയ എത്ര ഉണ്ട്? 5 എണ്ണേ ഉള്ളൂ. പക്ഷേ കൊബാൾട്ടിന് എത്ര ലിഗാൻഡ് വേണം? 6 എണ്ണം വേണം. പക്ഷെ ഇവിടെ 5 എണ്ണേ അമോണിയ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ക്ലോറിനെ ലിഗാൻഡായിട്ടും കൂടി എടുത്തെഴുതുക. ഒരു ക്ലോറിൻ. ബാക്കിന് എത്ര ക്ലോറിൻ ഉണ്ട്? 2 എണ്ണം. അത് പുറത്തെഴുതുക. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കേ. ഇതാ കൊബാൾട്ട് NH3 4 എണ്ണം, NH3 4 ടൈംസ്. 3 ക്ലോറിനിൽ 2 എണ്ണം അകത്ത് എഴുതുക. അപ്പോഴേ ടോട്ടൽ 6 ആവുള്ളൂ. കൊബാൾട്ടിൻ്റെ കൂടെ 6 ലിഗാൻഡ് വേണമെന്ന്. അതിലിപ്പോൾ അമോണിയ 4 എണ്ണം കൊടുത്തു, ബാക്കി 2 എണ്ണം ക്ലോറിൻ. ബാക്കി എത്ര ക്ലോറിൻ? ഒരു ക്ലോറിൻ പുറത്തെഴുതുക. ഇനി ഇവിടെയാണെങ്കിലോ കൊബാൾട്ട് NH3 3 ടൈംസ്, അമോണിയ 3 എണ്ണേ ഉള്ളൂ. കൊബാൾട്ടിൻ്റെ ദാഹം തീർന്നോ? ഇല്ല. കൊബാൾട്ടിൻ്റെ ദാഹം 6 ആണ്. അവിടെ ഇപ്പോൾ 3 ആയിട്ടുള്ളൂ. ബാക്കി 3 ക്ലോറിനും ഇവിടെ തന്നെ എഴുതുക. അപ്പോൾ പുറത്ത് ആളുണ്ടാവില്ല. ഇനി ചോദ്യം ഇതാണ്, ഇയാൾ AgNO3യുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എത്ര AgCl ഉണ്ടാകുന്നു? ഭയങ്കര സിമ്പിളാണ്. പുറത്ത് എത്ര ക്ലോറിൻ ഉണ്ടോ അത്ര. അപ്പോൾ പുറത്ത് എത്ര ക്ലോറിൻ ഉണ്ടെന്ന് മാത്രമേ. ഇവിടെ പുറത്ത് 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 മോൾ AgCl ഉണ്ടാവും. ഇവിടെ 2 ക്ലോറിനാണ്, 2 മോൾ AgCl ഉണ്ടാവും. ഇവിടെ 1 ക്ലോറിനാണ്, 1 മോൾ AgCl ഉണ്ടാവും. ഇവിടെ നോ മോൾ AgCl, ഇവിടെ AgCl ഉണ്ടാവില്ല. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതൊക്കെ 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിൻ്റെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത അണ്ടർഗോ പാർഷ്യൽ അയണൈസേഷൻ. കംപ്ലീറ്റ് പൊട്ടൂല. പാർഷ്യൽ അയണൈസേഷനെ കോർഡിനേഷൻ കോമ്പൗണ്ടിന് നടക്കുള്ളൂ. ഡബിൾ സോൾട്ടിന് കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കും. പഠിച്ചു വെക്ക്. രണ്ടാമത്തത്, കോർഡിനേഷൻ കോമ്പൗണ്ടിനെ വെള്ളത്തിൽ കലക്കിയാൽ അതിൻ്റെ പ്രോപ്പർട്ടി ഒന്നും നഷ്ടപ്പെടില്ല. ആ പ്രോപ്പർട്ടി ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. വെള്ളത്തിൽ കലക്കുന്നതിന് മുമ്പ് പാരാമാഗ്നറ്റിക് ആണെങ്കിൽ വെള്ളത്തിൽ കലക്കിയാലും പാരാമാഗ്നറ്റിക് ആണ്. വെള്ളത്തിൽ കലക്കുന്നതിന് മുമ്പ് കളർ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കിയാലും കളർ ഉണ്ടാവും. അപ്പോൾ ഇത് റീറ്റെയിൻസ്, വാക്ക് ശ്രദ്ധിച്ചോ. റീറ്റെയിൻസ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നു. ഇറ്റ്സ് പ്രോപ്പർട്ടി ഇൻ അക്വസ് സൊല്യൂഷൻ. വെള്ളത്തിൽ കലക്കിയാലും അതിൻ്റെ പ്രോപ്പർട്ടി നിലനിർത്തുന്നു, പക്ഷേ ഇറ്റ് ലോസസ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഇൻ അക്വസ് സൊല്യൂഷൻ. ഡബിൾ സോൾട്ടിന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. ഡബിൾ സോൾട്ടിന് വളരെ ഫേമസ് ആണ് മോർ സോൾട്ട്. അതിൻ്റെ ഫോർമുല ചോദിക്കാറുണ്ടേ, കാണാതെ പഠിക്ക്. FeSO4 ഡോട്ട് NH4 ട്വൈസ് SO4 ഡോട്ട് 6H2O. കാർണലൈറ്റ് എന്ന് പറയുന്നൊരു ഡബിൾ സോൾട്ട് ഉണ്ട്. KCl ഡോട്ട് MgCl2 ഡോട്ട് 6H2O. ഫൈനലി പൊട്ടാഷ് ആലം KAlSO4 ട്വൈസ് 12H2O. ഇവനാണ് എപ്പോഴും ചോദിക്കുന്ന ആൾ. അതെങ്കിലും കാണാതെ പഠിച്ചു നോക്ക്. എടാ, മെറ്റൽ കാർബണൈൽസ് എന്ന് പറയുന്ന ഏരിയയോടുകൂടെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം എത്തി. എടാ, എല്ലാ മെറ്റലുകളിലേക്കും ലിഗാൻഡ് ഒരു ബോണ്ടേ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ആ ലിഗാൻഡ് കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ അവിടെ 2 ബോണ്ട് ഉണ്ടാക്കും. സാധാരണ ലിഗാൻഡൊക്കെ ഒരു ബോണ്ട് ഉണ്ടാക്കുള്ളൂ. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ ഒരു ബോണ്ട് ഇങ്ങോട്ടും ഒരു ബോണ്ട് അങ്ങോട്ടും ഉണ്ടാക്കും.
അപ്പോൾ കാർബൺ മോണോക്സൈഡ് അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാക്കുന്ന ബോണ്ടാണ് ഇതിൽ സിഗ്മ ബോണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടാക്കുന്ന ബോണ്ട് ഇതിലെ പൈ ബോണ്ടാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇറ്റ് ഈസ് സിഗ്മ ഡോണർ ആൻഡ് പൈ അക്സെപ്റ്റർ. പൈ അക്സെപ്റ്റർ സിഗ്മ ബോണ്ടിനെ കൊടുക്കുന്നവനും പൈ ബോണ്ടിനെ വാങ്ങുന്നവനുമാണ്. അപ്പോൾ എല്ലാ ലിഗാൻഡിൽ നിന്നും കാർബൺ മോണോക്സൈഡിനുള്ള ഒരു പ്രത്യേകത, അവിടെ 2 ബോണ്ട് ഉണ്ട്. കാർബൺ മോണോക്സൈഡ് ലിഗാൻഡായിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കാർബണൈൽസ് എന്ന് പേര് വിളിക്കുക. അതുകൊണ്ട് ഈ ബോണ്ട് നല്ല സ്ട്രോങ് ബോണ്ടായിരിക്കും, 2 ബോണ്ട് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റൽ കാർബണൈൽസ് ഹൈലി സ്റ്റേബിളും ആയിരിക്കും. നല്ല ബോണ്ട്, സ്ട്രോങ് ബോണ്ട് ആകുമ്പോൾ ഹൈലി സ്റ്റേബിൾ ആകുമല്ലോ. ഒരു 3 മെറ്റൽ കാർബണൈലിൻ്റെ ചിത്രം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. FeCO 5 ടൈംസ് ഭയങ്കര സിമ്പിളാണ്. Feയും 5 COയും നേരെ വരച്ചു കൊടുത്താൽ മതി. ഇതിൽ വേറെ ഡയലോഗൊന്നുമില്ല. FeCO 5 ടൈംസ് നേരെ വരയ്ക്കുക. പക്ഷേ ഈ 2 ശ്രദ്ധിക്കണം. Mn ട്വൈസ്, അപ്പോൾ 2 മാംഗനീസ് വേണം. ഓക്കെ, CO 10 ടൈംസ്, അപ്പോൾ ഓരോ മാംഗനീസിലും 5 വീതം കാർബൺ മോണോക്സൈഡ് വരച്ചു കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 10 ആയില്ലേ. CO ഇവിടെയും CO ഇങ്ങനെ ഒരു മുള്ളമ്മന്നി ലുക്കിൽ നിൽക്കുന്ന ആളാണ് Mn ട്വൈസ് CO 10 ടൈംസ്. ഇയാൾ ശ്രദ്ധിക്കണേ, കൊബാൾട്ട് 2 എണ്ണം. ഇത് കൊബാൾട്ട്, ഇത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്സിജൻ്റെ വലിപ്പ വ്യത്യാസം ശ്രദ്ധിക്കണേ. ഇത് കൊബാൾട്ട് 2 എണ്ണം. സോ കൊബാൾട്ട് 2 എണ്ണം. കാർബൺ മോണോക്സൈഡ് 8 എണ്ണം. ശ്രദ്ധിച്ച് വരയ്ക്കണം. 3 എണ്ണം ഇവിടെ വരും, 3 എണ്ണം ഇവിടെയും വരും. അപ്പോൾ 3 കാർബൺ മോണോക്സൈഡ് ഇവിടെ, 3 കാർബൺ മോണോക്സൈഡ് ഇവിടെ. അപ്പോൾ കുഞ്ഞ് ടോട്ടൽ 6 എണ്ണം അല്ലേ ആയുള്ളൂ. ടോട്ടൽ 8 ആവണ്ടേ. ബാക്കി 2 എണ്ണം എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതാ ഇങ്ങനെ ബ്രിഡ്ജ് ആയിട്ടാണ് നിൽക്കുക. ഈ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെച്ചോളണം. CO ട്വൈസ് CO 8 ടൈംസിൻ്റെ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കണം. ഫൈനലി ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ക്ലോറോഫോം അല്ല, ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് നിങ്ങൾക്കറിയാം, പ്ലാന്റ്സിലുള്ളതാണ്. അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. അതിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും? മഗ്നീഷ്യം. ഓർത്ത് വെക്കണേ. ഹീമോഗ്ലോബിൻ ബ്ലഡിലുള്ള ആളാണ്. അതിലുള്ള സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. Fe. ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ഒക്കെ ചോദിക്കാറുണ്ട്. വൈറ്റമിൻ B12, അയാളുടെ പേര് സയാനോ കൊബാൽ അമീൻ എന്നാണ്. സയാനോ കൊബാൽ അമീൻ. ഓക്കെ, ഇയാളുടെ കെമിക്കൽ നെയിമാണ്. കണ്ടാൽ തന്നെ അറിയില്ല, ഇത് കൊബാൾട്ട് ഉണ്ട്. കൊബാലമീൻ, സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് RH PPH3 3 ടൈംസ് Cl എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പേര് വിളിക്കുക. ദിസ് ഇസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. ആൻഡ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ അളക്കാൻ വേണ്ടിയിട്ട് EDTA യൂസ് ചെയ്യാറുണ്ട് എന്നതും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കാം. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ EDTA. ക്ലിയർ അല്ലേടാ? ഫൈനലി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളൊന്ന് പഠിപ്പിക്കുകയാണ്. പെയറിംഗ് എനർജി, നേരത്തെ വിട്ടുപോയ സാധനമാണ്. പെയറിംഗ് എനർജി. പെയറിംഗ് എനർജിക്ക് P എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. എന്താണ് പെയറിംഗ് എനർജി എന്നറിയോ? ഇലക്ട്രോൺസ് പെയർ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് പെയറിംഗ് എനർജി. എങ്ങനെയാടാ? ഇലക്ട്രോൺ എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക, എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ്, അങ്ങനെ എഴുതും. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ പെയർ ചെയ്യാൻ ആവശ്യമുള്ള എനർജി, അങ്ങനെ പഠിച്ചു. എമൗണ്ട് ഓഫ് എനർജി, എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പെയർ ചെയ്യാൻ ആവശ്യമുള്ള എനർജിയുടെ പേരാണ് പെയറിംഗ് എനർജി. സ്ട്രോങ് ലിഗാൻഡും വീക്ക് ലിഗാൻഡും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചോളേ. സ്ട്രോങ് ലിഗാൻഡിൽ ഡെൽറ്റ ഒ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലുള്ള എനർജിയാണ്. ഡെൽറ്റ ഒ വിൽ ബി ഗ്രേറ്റർ ദാൻ P ആയിരിക്കും. വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ ഓർത്ത് വെച്ചോ, ഒരാളുടെ കയ്യിലുള്ള എനർജി വിൽ ബി ലെസ് ദാൻ P ആയിരിക്കും. അപ്പോൾ നോക്കിയടാ, എൻ്റെ കയ്യിലുള്ള എനർജി എനിക്ക് ആവശ്യമുള്ള എനർജിയേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം. 10,000 റുപ്യയാണ് വാഷിംഗ് മെഷീൻ്റെ പൈസ. എൻ്റെ കയ്യിൽ 15,000 ഉണ്ടെങ്കിൽ എനിക്ക് ആ വാഷിംഗ് മെഷീൻ വാങ്ങുക എന്ന ഇടപാട് നടത്താം. അപ്പോൾ അവിടെ പെയറിംഗ് നടക്കും. സ്ട്രോങ്ങിലാണല്ലോ പെയറിംഗ് നടക്കാറുള്ളത്. സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോഴല്ലേടാ പെയറിംഗ് നടക്കുക. അതിൻ്റെ കാരണം എന്താ? പെയറിംഗ് നടത്താൻ ആവശ്യമുള്ള എനർജിയേക്കാൾ കൂടുതൽ അയാളുടെ കയ്യിലുണ്ട്. വീക്ക് ലിഗാൻഡ് ആകുമ്പോൾ അവിടെ പെയറിംഗ് നടക്കാറില്ലല്ലോ. കാരണം എന്താ? പെയറിംഗ് നടക്കാൻ ആവശ്യമുള്ള എനർജി 15,000 റുപ്യാണ്. ഇവൻ്റെ അടുത്ത് ആകെ 10,000 ഉള്ളൂ. അതുകൊണ്ട് നടക്കൂല. അപ്പോൾ ഇതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉദാഹവ നന്നായി പഠിച്ചോ, നല്ലോണം നോക്കിക്കോ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്ലാസ് വീണ്ടും കാണാം. താങ്ക് യു.